السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم من جعل قاضيا فقد ذبح بعير سكين. സ്നേഹാദരവുള്ള നമ്മുടെ ഈ ചടങ്ങിന്റെ കേന്ദ്രബിന്ദു ഈ മഹല്ലത്തിന്റെ ഖാദിയായി സ്ഥാനമേറ്റെടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലി തങ്ങളവറുകളെ, നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭരായ പണ്ഡിത നേതാക്കൾ, അഭിനന്ദനായ ഉമർ ഫൈസി മുക്കം, കുട്ടി ഹസൻ ദാരിമി, ഖാദർ ഫൈസി, നമ്മുടെ വേദിയിലുള്ള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധി അസൈനാർ ഫൈസി തുടങ്ങിയ ഒ പി അഷ്റഫ്, ബഹുമാനപ്പെട്ട മുബശ്ശിർ തങ്ങൾ, എടുത്തു പറയപ്പെടേണ്ട പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ പണ്ഡിത നേതാക്കളെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീതമായ ചടങ്ങിന് സാക്ഷികളായ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ മഹല്ല് ഭാരവാഹികൾ, കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, അർഹമുർ-റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹല്ലത്തിനെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാതയിൽ സധീരം മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് കരുത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ചൈതന്യധന്യമായ ഒരവസ്ഥ നമ്മുടെ മഹല്ലത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സന്തോഷദായകമായ ഒരു ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കുവാനുണ്ട്. നിങ്ങൾ വളരെ ഭംഗിയായി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നു. ആദ്യമായി ചാലിയത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസിദ്ധമായ ഒരു മഹല്ലിൽ പ്രസിദ്ധിയുള്ള പ്രതിഭാസമ്പന്നനായ പണ്ഡിതനായ തറവാട്ട് മഹിമയുള്ള ഒരു മഹാനെ തന്നെ ഖാദിയായി തെരഞ്ഞെടുത്ത നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് ശ്രമിച്ചവർക്കൊക്കെ പടച്ച റബ്ബ് അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. നേരത്തെ ഒരു ഖാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചടങ്ങ് നടന്നിരുന്നു എന്ന് കേൾക്കുന്നു. അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഈയിടെ മലപ്പുറത്ത് നമ്മുടെ ഉപരാഷ്ട്രപതി വരുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന് വേദി ഒരുക്കിക്കൊണ്ടൊരു മോക്ഡ്രില്ല് പോലെ നടത്തിയിരുന്നു എന്നതുപോലെ കണക്കാക്കിയാൽ മതി. അത് വലിയവർ വരുമ്പോൾ അതിന്റെ മുമ്പ് ഒരു പ്രത്യേകമായ ഒരു പരിശീലനം, അതല്ലെങ്കിൽ അവർക്ക് കടന്നു വരേണ്ട വഴിയൊരുക്കലുണ്ടാകും. ആ വഴിയൊരുക്കലായി പഴയ ഖാദി ആരോഹണത്തെ കണ്ടാൽ മതി എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ചാലിയം എന്ന് പറയുന്ന പ്രദേശത്തിന് ചരിത്രപരമായ വലിയൊരു പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ഇവിടെ കടന്നു വന്ന മഹാനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹചാരിയും അദ്ദേഹത്തിന്റെ സംഘത്തിലെ അംഗവുമായിരുന്ന ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു നേരിട്ട് ഇവിടെ വന്ന് പള്ളി നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുകയും ആ പള്ളി മുസ്ലിം ഉമ്മത്തിന്റെ കേന്ദ്രബിന്ദുവായി ഇവിടെ പരിലസിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. ആ പള്ളിയാണ് പിന്നീട് പോർച്ചുഗീസുകാർ വന്ന് തകർത്തത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. പോർച്ചുഗീസുകാർ വന്ന പള്ളി തകർത്തപ്പോൾ അവിടെ മതസൗഹാർദ്ദത്തിന്റെ മകുടമായ ഒരു ഉദാഹരണവും കൂടി ചാലിയം ചാർത്തിയിട്ടുണ്ട്. അന്ന് സാമൂതിരി മഹാരാജനാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. അന്നത്തെ സാമൂതിരി മഹാരാജാവിന്റെ പ്രജകളായിരുന്ന മുസ്ലിങ്ങളും സാമൂതിരിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസ്റ്റുകളുടെ ശബ്ദമായിരുന്നില്ല അന്ന് സാമൂതിരിക്കുണ്ടായിരുന്നത്. മഹാന്മാരായ മഖ്ദൂമികളും സാമൂതിരിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അറബ് വാണിക്കുകളുമായി വലിയ ബന്ധമായിരുന്നു. മുക്കുവ കുടുംബത്തിലെ ഒരാളെങ്കിലും മുസ്ലിമാകണമെന്ന നിയമം പാസാക്കി തന്റെ നാടിന്റെ കച്ചവട വികസനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് അസ്ഥിവാരമിട്ട വലിയ ഭരണാധികാരിയായിരുന്നു സാമൂതിരി എന്ന് ചരിത്രം പറയുന്നു. ആ സാമൂതിരി മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ഈ പള്ളി പൊളിച്ചപ്പോൾ
മുസ്ലിം സമുദായം ആ പള്ളി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ജീവനമരണ പോരാട്ടത്തിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോ മഹാനായ സാമൂതിരി മഹാരാജൻ തന്റെ നായർ പടയാളികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കണം, അവർ ഇവിടെ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ സഹായം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സാമന്തന്മാരായ നായർ പടയാളികളെ മുഴുവൻ വിളിച്ചു നിർത്തി മുസ്ലിങ്ങൾക്കൊപ്പം സമരത്തിന് പറഞ്ഞയച്ച മുസ്ലിങ്ങൾക്കൊപ്പം നായന്മാർ സമരം ചെയ്ത് മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക തീർത്തുകൊണ്ട് പിടിച്ചെടുത്ത പള്ളിയാണ് ചാലിയം പള്ളി. അതിന് സാമൂതിരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുസ്ലിം പണ്ഡിത തറവാട്ടിലെ കേസരിയായിരുന്ന ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന മഹാപണ്ഡിതൻ നല്ല ഒരു ഗ്രന്ഥം എഴുതി സമർപ്പണം ചെയ്തു. ഇന്നും ലോകത്തറിയപ്പെടുന്ന ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൃതികളിൽ പ്രധാനമാണ് ഫത്ഹുൽ മുബീൻ എന്ന അദ്ദേഹം പേരിട്ട പ്രസിദ്ധമായ കവിത. ആ കവിതയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ സംഭവത്തെ ഒരു അത്യപൂർവ രംഗമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം പോലും ലോകത്തുണ്ടാവില്ല. ചാലിയത്തിന്റെ ഖ്യാതിയാണത്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ മനോഹരമായ പെരുമാറ്റം. ആ കവിതയിൽ അദ്ദേഹം ആ സംഭവത്തെ പരാമർശിക്കുമ്പോൾ തന്നെ 600ഓളം വരികളുള്ള കവിതയിൽ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകം, വഇന്നഹാദി ഖിസ്സത്തുൻ അജീബ ഫീ ശർഹി ഹർബിൻ ശഅനുഹാ വരീബ ബൈനൽ മുഹിബ്ബിൽ മുസ്ലിമീന സാമിരി വബൈന ഖസ്മിഹിൽ ഫറഞ്ചിൽ കാഫിരി. അദ്ദേഹം പറഞ്ഞു, വഇന്നഹാദി ഖിസ്സത്തുൻ അജീബ, ഇതൊരു അത്ഭുതകരമായ സംഭവമാണ്. എവിടെയും ഇങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് മുസ്ലിമിന്റെ പള്ളി തിരിച്ചുപിടിക്കാനൊരു സമരം ചെയ്ത ചരിത്രമില്ല. മഹാനവറുകൾ പറഞ്ഞു, ഇത് ബൈനൽ മുഹിബ്ബിൽ മുസ്ലിമീന സാമിരി വബൈന ഖസ്മിഹിൽ ഫറഞ്ചിൽ കാഫിരി. പറങ്കികളാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളും സമൂഹത്തിന്റെ ശത്രുക്കളും സാമൂതിരി മഹാരാജാവും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘടനത്തിന്റെ ചരിത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് മുസ്ലിം സമൂഹത്തോട് നായന്മാർ എത്രമാത്രം ആത്മാർത്ഥത പ്രകടിപ്പിച്ചു എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇന്നത്തെ നായർ തറവാട്ടിലെ ആളുകൾക്ക് ഒരു പക്ഷേ അത് ഓർമ്മയുണ്ടോന്നറിയില്ല. അവരെ കാരണവന്മാരാകുന്ന നായർ തറവാട്ടിലെ സാമൂതിരിപ്പാടിന്റെ സാമന്തന്മാര് പറഞ്ഞു, മുസ്ലിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് സമരത്തിന് പോകണ്ട. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല തന്റെ വരിയിൽ എഴുതിയിരുന്നത് വഖാലത്തിൻ നുയ്യാറു അൻതുമു ഖലീൽ വലം നുഖല്ലീകും ഇലൽ ഹർബിൽ ജലീൽ. വഖാലത്തിൻ നുയ്യാറുന, നുയ്യാർ എന്ന് പറഞ്ഞ വാക്കിന് നോക്കിയിട്ട് എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ നായന്മാരെ ജമ്മായിട്ടാണ് ബഹുമാനപ്പെട്ടവർ പ്രയോഗിച്ചത്. നായരെ ജമ്മ നുയ്യാർ. വഖാലത്തിൻ നുയ്യാറു, നായന്മാര് പറഞ്ഞു എന്നാ. എന്താ പറഞ്ഞത്? മുസ്ലിങ്ങളെ അന്തുമോ ഖലീൽ, നിങ്ങൾ കുറച്ചാളല്ലോ, ന്യൂനപക്ഷല്ലേ, ഞങ്ങൾ നിങ്ങളെ കൂടെ വരാം. വലം നുഖല്ലീകും ഇലൽ ഹർബിൽ ജലീൽ. ഈ വലിയ സമരത്തിന് നിങ്ങളെ ഞങ്ങൾ ഒറ്റക്ക് വിടൂല, ഞങ്ങളും നിങ്ങളെ കൂടെയുണ്ട്, സമരത്തിന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ സമരം ചെയ്ത ചരിത്രത്തിന്റെ സാക്ഷ്യം നിറഞ്ഞ മണ്ണിൽ, മതസൗഹൃദത്തിന്റെ പ്രതീകമായ മണ്ണിൽ ഇന്ന് നമുക്ക് ഖാദിയായി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുൽ ഏറ്റെടുക്കുകയാണ്. ഈ ഖാദി എന്ന് പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, ഖാദി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധതയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഒരു കാര്യം നടപ്പാക്കാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കണം അത്. ഇഹ്കാമു ശൈഇ വ ഇംലാഉഹു എന്നാണ് ഗ്രന്ഥങ്ങളിൽ മനോഹരമായ ഒരു ഖാദിയുടെ നിയമനത്തെക്കുറിച്ചുള്ള പരാമർശം. ഉറപ്പിക്കുക, നടപ്പാക്കുക, ഒരു വിഷയം സമൂഹത്തിൽ ശരിക്കും നടപ്പാക്കാൻ ആവശ്യമായ കെൽപ്പും വാക്ബലവും അതിന്റെ പാണ്ഡിത്യമുള്ളവരാണ് ഹാക്കിം. സത്യത്തിൽ നമ്മുടെ ഖാദി ഒരു ഹാക്കിമാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മസാഫത്തുൽ അദ്വ എന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്ന, നമുക്ക് പ്രഭാതത്തിൽ പുറപ്പെട്ട് പ്രദോഷത്തിന് മുമ്പ് തിരിച്ചെത്താൻ കഴിയുന്ന, പ്രദോഷമാകുമ്പോൾ തിരിച്ചെത്താൻ കഴിയുന്ന ഒരു ദൂരപരിധിക്കുള്ളിൽ ജനങ്ങൾക്ക് മതവിധി പഠിപ്പിച്ചു തരാൻ കെൽപ്പുള്ള ഒരു പണ്ഡിതൻ ആ പ്രദേശത്തിന്റെ ഖാദിയായി ഉണ്ടായിരിക്കണമെന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ നിയമമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഖാദിയാകാൻ യോഗ്യതയുള്ള ആളുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ ആ ഖാദി സ്ഥാനം ഏൽപ്പിക്കണം. അയാളെ തെരഞ്ഞുപിടിച്ച് ഖാദിയാക്കൽ ആ പ്രദേശത്തെ ജനസമൂഹത്തിന്റെ കടമയാണ്. ഇനി ഒരു പ്രദേശത്ത് ജനങ്ങൾ അങ്ങനെ ഖാദിയാക്കാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ, താൻ ആ സ്ഥാനം ഏറ്റെടുക്കാത്ത പക്ഷം അവിടെ പ്രശ്നമുണ്ടാകും എന്നൊരു ഘട്ടം വന്നാൽ, അങ്ങനത്തെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രദേശത്ത് ഖാദി സ്ഥാനം ചോദിച്ചു വാങ്ങേണ്ടി വന്നാൽ അങ്ങനെയും ജനങ്ങളെ രക്ഷിക്കേണ്ടി വരും എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ മനോഹരമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഫഇൻ തഅയ്യന ലഹു ഫീഹാ വാഖിദുൻ ബിഅല്ലം യുസ്ലിഹു ഗൈറഹു ലസിമഹു തലബഹു എന്ന. അവിടെ അതിന് പറ്റിയ ആളുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം പോലും അത് ഏറ്റെടുക്കൽ നിർബന്ധമായി വരുന്ന ഘട്ടമാണത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രദേശത്തിന്റെ പതനം മുന്നിൽ കണ്ടുകൊണ്ട് 7 വർഷത്തെ ക്ഷേമകാലത്ത് 7 വർഷത്തെ ക്ഷാമകാലത്തേക്ക് ശേഖരിച്ചു വെക്കാതിരുന്നാൽ അപകടം വരും, അത് ഈ ജനങ്ങൾ ബോധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇഅ്തൂനി ഖസാഇനൽ അർദ് ഇന്നി ഹഫീദുൻ അലീം, എന്നെ നിങ്ങൾ ഖജനാവിന്റെ താക്കോൽ ഏൽപ്പിക്കണം, ഞാൻ അക്കാര്യം വളരെയധികം വിശ്വസ്തയോടെ നിർവഹിക്കുന്നവനാണ്. ഇങ്ങനെ ഈ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഒരാളില്ലെങ്കിൽ സമൂഹം ചിതറും. സമൂഹത്തിൽ എപ്പോഴും നേതൃത്വം ഏറ്റെടുക്കുന്നവരും ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരുമായ
ഒരു കൃത്യമായ നിലപാടും കെട്ടുറപ്പും ആവശ്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പ്രബോധനം ചെയ്ത ചരിത്രം പഠിച്ചാൽ ഇതാബ് ബിൻ ഉമൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിശുദ്ധ മക്കയിലെ ഖാദിയായി നിയമിച്ച ചരിത്രം ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടും. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിനെയും പരിശുദ്ധ തിരുദൂതർ യമനിലേക്ക് ഖാദിമാരായി നിയോഗിച്ച ചരിത്രമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബസറയിലേക്ക് അബൂ മൂസ അൽ അശ്അരി തങ്ങളെ ഖാദിയായി നിയോഗിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് ഖാദിമാരുണ്ട്. ഇന്ത്യയിൽ ഇബ്നു ബത്തൂത്ത കടന്നു വന്ന ആ കാലഘട്ടത്തിലെ ഖാദിമാരെ കുറിച്ച് മനോഹരമായി എഴുതിയിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത തന്നെ ഇന്ത്യയിൽ ചില മഹല്ലത്തുകളിൽ ഖാദിയായി കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചരിത്രമുണ്ട്. ഇന്ന് ഫൊൻസ എന്ന് പറയുന്ന സ്ഥലത്ത് മൊറോക്കോയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്നു ബത്തൂത്ത നമ്മുടെ പല പ്രദേശത്തും ഖാദിമാരായിരുന്നു എന്ന് ചരിത്രരേഖയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരൊക്കെ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് വലിയുല്ലാഹി ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഖലീൽ കൂഫി തങ്ങൾ, മഖ്ദൂമിങ്ങൾ, ഇവരൊക്കെയായിരുന്നു ജനങ്ങളെന്ന് ഖാദിമാരായി നിയമിച്ചിരുന്നത്. ഇന്ത്യാതലത്തിൽ പരിശോധിച്ചാൽ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഓരോ പ്രദേശത്തും ഖാദിമാരെ നിയമിച്ചിരുന്നു. കോഴിക്കോട്ട് ചാലിയത്ത് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ വന്ന മാലിക് ബിൻ ഹബീബ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി തങ്ങളെ ഖാദിയാക്കിയെന്ന് ചരിത്രരേഖ കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തി വെക്കുന്നു. ആ പഴയ പാരമ്പര്യമുള്ള മഹല്ലാണ് ഈ പ്രദേശം. മാത്രമല്ല ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന മഹാന്മാരായ പുറംലോകത്തുനിന്ന് വന്ന മാലിക് ബിൻ ദിനാറിന്റെ സംഘത്തിലുള്ള ആളുകൾ മുഴുവൻ പന്തലാനിൽ അബ്ദുല്ലാഹി ബിൻ ദീനാറിനെയാണ് ഖാദിയാക്കിയത്. മാഹിയിൽ ജഅഫർ ബിൻ മാലിക് ഖാദിയായി, ധർമ്മടത്ത് ഹസൻ ബിൻ മാലിക് ഖാദിയായി, പെരിങ്ങാടി എന്ന് പറയുന്ന തലശ്ശേരി മുഴുവൻ ഹബീബ് ബിൻ മാലിക്കായിരുന്നു ഖാദി എന്ന് ചരിത്രമുണ്ട്. ഏഴിമലയിൽ അബ്ദുല്ലാഹി ബിൻ മാലിക്കായിരുന്നു ഖാദി. ഓരോ പ്രദേശത്തും ഖാദിമാരെ കൃത്യവും വ്യക്തവുമായി നിയമിച്ചു. ആ ഖാദിമാർ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധ പ്രവാചകർ ഖാദിയായി യമനിലേക്ക് നിയോഗിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് എനിക്ക് അതിനുള്ള പ്രായമില്ല. മഹാനവർകൾ പരാതിപ്പെട്ട വഖദ് ബഅസ നബിയു അലിയൻ ഇലൽ യമനി ഖാദിയൻ, യമനിലേക്ക് അലി റളിയല്ലാഹു തആല ഖാദിയായി നിയോഗിച്ചപ്പോൾ ഖാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ ബഅസനി അഖ്ദി ബൈനഹും, ഞാൻ അവരുടെ അടുത്ത് പോയി വിധി പറയാൻ നിങ്ങൾ എന്നെ പറഞ്ഞയക്കുന്നു. വഅന ശാബുൻ ലാ അദ്രി മൽ ഖളാ, ഞാനൊരു യുവാവാണ്, എനിക്കെന്താണ് ഖളാ എന്നറിയില്ല, എനിക്ക് ദൗത്യം എന്തെന്നറിയില്ല. ഫദറബൻ നബിയു സദറഹു, പരിശുദ്ധ പ്രവാചകർ അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊന്ന് കൈവച്ചടിച്ചു. വഖാല അല്ലാഹുമ്മ ഹ്ദി ഖൽബഹു വസദ്ദിദ് ലിസാനഹു, എത്ര മനോഹരമാണ്, വസബ്ബിത് ലിസാനഹു. ആ രീതിയിൽ പരിശുദ്ധ പ്രവാചകർ അനുഗ്രഹിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖാദിസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് വിട്ടു. ഓരോന്നിനും പറ്റിയ ആളുകളെ ഓരോ സമയത്ത് തെരഞ്ഞെടുത്തുകൊണ്ട് ഖാദിമാരായി സമൂഹത്തിന് നിയോഗിച്ച് അവരെ കൊണ്ട് ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത പാരമ്പര്യം ലോകത്തിന്റെ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. എങ്കിലും എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഓർത്ത് നോക്കണം, ഇവിടെയൊക്കെ ഖാദിമാർ ഉണ്ടെങ്കിൽ അതൊക്കെ ഇസ്ലാമിക രാജ്യത്തെ പൂർണ്ണാധികാരമുള്ള ഖാദിമാരാണ്. നമ്മുടെ ഇന്ത്യയിലോ, ഇന്ത്യ ഇസ്ലാമിക ഭരണകൂടമുള്ള പ്രദേശമല്ല. ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത പ്രദേശത്ത് ഇസ്ലാം പറയുന്ന പൂർണ്ണാധികാരമുള്ള ഖാദി ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ അവിടെ ദറൂറത്തിന്റെ ഖാദി ഉണ്ടാകും. ആ ഖാദിക്ക് ചില അധികാരങ്ങളും പരിധികളും കെട്ടുറപ്പുകളും ഒക്കെ ഉണ്ട്. ഫിഖ്ഹിന്റെ മസ്അല പ്രകാരം ഒരു ഖാദി നിയമന സദസ്സായതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചത് ഖാദി നിയമനത്തിന് പ്രധാനപ്പെട്ട 4-5 ഘടകങ്ങൾ ആവശ്യമാണ്. ആ 4-5 ഘടകങ്ങൾ ശരിക്കും ഒത്തിണങ്ങിയ മനോഹരമായ ഖാദി നിയമന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇഹ്താജുൽ ഖളാഉ ഇലാ മുവല്ലിൻ വ മുതവല്ലിൻ വ മുവല്ലൻ ഫീഹി വ മഹല്ലു വിലായത്തിൻ വസിയഖത്തിൻ, ഈ 5 ഘടകങ്ങൾ ഒരു ഖാദി നിയമനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഒരു ഖാദിയെ നമ്മൾ നിയമിക്കുമ്പോൾ ഒന്ന്, ഇഹ്താജുൽ ഖളാഉ ഇലാ മുവല്ലിൻ, ഒരു നിയമിക്കുന്ന വ്യക്തി വേണം, നിയമിക്കുന്ന ആൾ. ആരാണ് ഖാദിയെ നിയമിക്കേണ്ടത്? ഒരു പ്രദേശത്തെ ഖാദിയെ നിയമിക്കേണ്ട അധികാരമാർക്കാ? അൽ മുവല്ലിൽ ഖാദി, ഖാദിയെ നിയമിക്കാൻ അധികാരമുള്ളവൻ അൽ ഇമാം, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അമീർ. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ഒരു അമീർ ഇല്ല. ഔ നായിബുഹു, അമീറില്ലെങ്കിൽ അമീറിന്റെ പകരക്കാരൻ പ്രതിനിധി, അതും നമുക്കില്ല. അതല്ലെങ്കിൽ ദുശൗഖത്തി, ആ നാട്ടിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ നാട്ടു മൂപ്പന്മാർ. അങ്ങനെയുമല്ല നമ്മൾ ഖാദിമാരെ നിയമിക്കുന്നത്. ഫൈൻ ഫുഖിദ, ഇതൊന്നുമില്ലാത്ത ഘട്ടം വന്നാൽ ഫഅഹ്ലുൽ ഹല്ലി വൽ അഖദ്, ആ പ്രദേശത്തെ അഹ്ലുൽ ഹല്ലി വൽ അഖദ്. ഹല്ലെന്ന് പറഞ്ഞാൽ അഴിക്കുക, അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുക. അതിന്റെ അർത്ഥം ഇവിടെ ഒരു കാര്യം വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് കൃത്യമായി പറയാൻ കെൽപ്പുള്ള നാട്ടിലെ പ്രഗത്ഭരായ ഭരണാധികാരികൾ. ഇന്ന് നമ്മുടെ മഹല്ല് കമ്മിറ്റി അതല്ലെങ്കിൽ മഹല്ലത്തിന്റെ മുത്തവല്ലി, ഈ തരത്തിലാണ് ആളുകൾ ഖാദിമാരെ നിയമിക്കാൻ അധികാരമുള്ളവരാകുന്നത്. അവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാദിയെ നിയമിക്കാൻ അധികാരമുള്ളവർ ഖാദിയെ നിയമിക്കാൻ തങ്ങൾക്ക് പവറുണ്ടെന്ന് മനസ്സിലാക്കി ഖാദിയെ നിയമിച്ചാൽ പോരാ.
മറിച്ച് കാദിയെ നിയമിക്കാൻ അധികാരമുള്ളവർ ആ കാദിയുടെ നിയമം നടപ്പാക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം. നമ്മുടെ ഒരു കാദിയെ നിയമിച്ചാൽ, ആ മഹാനായ കാദി നമ്മുടെ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് നാട്ടിൽ കൃത്യമായി നടപ്പാക്കാൻ നമുക്ക് കഴിയണം. ഉത്തരവാദിത്ത ബോധമുള്ള പണിയാണ് കാദിയെ നിയമിക്കൽ. അതൊരു ആഘോഷ ചടങ്ങാക്കി നമ്മളിവിടെ കൊണ്ടു നടക്കുമ്പോ ഈ പൊലിമ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ഈ കാദി എന്ന് പറയുന്നു, അത് കൃത്യമായി ഇവിടെ നടപ്പാക്കാനുള്ള ബാധ്യത ഈ കമ്മിറ്റിക്കുണ്ട്, ഈ മഹല്ല് ജമാഅത്തിനുണ്ട്. കേട്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ബോധം നമ്മുടെ മനസ്സിൽ ആദ്യം ഉയരണം. മുതവല്ലിൻ, ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി വേണം. നിയമിതനായ വ്യക്തി അതിന് യോഗ്യനാകണം, പണ്ഡിതനാകണം. പണ്ഡിതനാണ്, സയ്യിദാണ്, ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. ആരാണ് നിങ്ങളുടെ കാദി? ആ കാദിയെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടതുണ്ട്. അതുപോലെ മുവല്ലൻ ഫീഹി, നിയമിത വിഷയം. നമുക്ക് നിരുപാധിക കാദിയാണ്, നമുക്ക് ചില പരിധിയും പരിമിതിയുമുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റിയ കാദി. വമഹല്ലു വിലായത്തിൻ, അധികാര പരിധി. ഈ അധികാര പരിധിയുണ്ട് ശരിക്ക് കൃത്യമായ ഒരു കാദിക്ക്. അതുപോലെ തന്നെ വസിയത്തിൻ, ഒരു കൃത്യമായ പദപ്രയോഗം. നിങ്ങളെ കാദിയാക്കി എന്ന് പറയുന്ന വല്ലൈതുക, അതല്ലെങ്കിൽ കല്ലത്തുക്കൽ ഖളാ, ഈ ഖളാഇന്റെ അധികാരം ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനം കൃത്യമായി ഇവിടെ നിർവഹിക്കപ്പെടും. നമ്മളതിന് ബൈഅത്ത് എന്ന് പറയും, ശരിക്കത് തൗലിയത്താണ്. ആ തൗലിയത്ത് കർമ്മം നിർവഹിച്ചുകൊണ്ട് മഹാനവറുകളെ ഈ മഹല്ലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുന്നു, മഹാനവറുകളെ ഏറ്റെടുക്കുന്നു. ആ രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു കാദിക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ ബോധം അദ്ദേഹത്തിനും അത് നടപ്പാക്കേണ്ട ബോധം നമുക്കും, രണ്ടു കൂട്ടരും ഒന്നിച്ചുണ്ടായാൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഹാക്കിം എന്ന് പറഞ്ഞാൽ നീതിമാനായ ഭരണാധികാരിയാകാൻ ഒരാൾക്ക് അള്ളാഹു അവസരം കൊടുത്താൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുൻ നാസി ഇലല്ലാഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ, വഅദ്നാഹും മിൻഹു മജ്ലിസ, പടച്ചറബിന്റെ അടുത്തേക്ക് ഇരിക്കാൻ യോഗ്യത കിട്ടുന്ന ആളാരാ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഖാദി, നീതിമാനായി നമ്മുടെ ഉമ്മത്തിനെ നയിക്കുന്നവൻ. ആ വ്യക്തിക്ക് അത്ര വലിയ സ്ഥാനമാണ് പരിശുദ്ധ ദീൻ കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഖാദിയാക്കാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആരാണ്? ആ വ്യക്തി എന്ന് പരിശോധിക്കണം നമ്മൾ ആദ്യം. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജമറുൽ തങ്ങൾ, മുഹമ്മദ് കോയ ജമറുൽ തങ്ങൾ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പേഴ്സണലായി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ എന്നെക്കാളേറെ വളരെ വ്യക്തമായ ബോധവും ബോധ്യവും അദ്ദേഹത്തെ എന്നെക്കാളേറെ അടുത്ത് പരിചയമുള്ള ആളുകളോടായിരിക്കാം ഞാൻ പറയുന്നത്. എങ്കിലും ഒരാൾ ഖാദിയായി വരുമ്പോൾ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും ആരാണ് നമ്മുടെ ഖാദി എന്നറിഞ്ഞിരിക്കേണ്ടത്. ആ ഖാദിയെക്കുറിച്ച് അവന്റെ മനസ്സിലൊരു വലിയ സങ്കല്പമുണ്ടാകാൻ ഉപകരിക്കുമെന്നതുകൊണ്ടും പണ്ഡിതന്മാരുടെ മദ്ഹ് പറയൽ പ്രധാനപ്പെട്ടതായതുകൊണ്ടും ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും ഒരു പുകഴ്ത്തലായി തെറ്റിദ്ധരിക്കരുത്. 1970 ഏപ്രിൽ 30 ജനിച്ച് പട്ടർക്കടവിൽ തന്റെ ബാല്യകാലം ചെലവഴിച്ച് കടലുണ്ടി നഗരത്തിൽ ഹിദായത്തുൽ മുഅ്മിനീൻ മദ്രസയിൽ പഠിച്ച് കടലുണ്ടി AMUP സ്കൂളിലും വള്ളിക്കുന്ന് CBHSലും പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു മഹാൻ പിന്നീട് 1983 മുതൽ ദർസ് പഠനം ആരംഭിച്ചു എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ദർസിൽ ഓതി പഠിച്ചത് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന്. ബഹുമാനപ്പെട്ട ചാലിയം ഉസ്താദ്, അതുപോലെ തന്നെ ചർണ ഉസ്താദ്, അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കുറിച്ച് അറിയാമല്ലോ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ മഹാപണ്ഡിതന്മാരുടെ കയ്യിൽ ബീരിച്ചേരി ജുമുഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ ഓതി പഠിച്ചു. അങ്ങോട്ട് നീങ്ങാൻ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബന്ധുവായ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് തങ്ങൾ പയ്യന്നൂരില്ല. ആ പ്രദേശത്ത് ആ ബന്ധമുള്ളതുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹം സേവനം ചെയ്യുമ്പോൾ ആ പിതാവിന്റെ തണലിൽ അവിടെ മഹാനവകൾ പഠിക്കുകയും ദർസിൽ ഓതി പഠിക്കുകയും അതുവഴി ഒരുപാട് വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. മാത്രമല്ല, ഒരു വ്യക്തിയുടെ കുടുംബ പാരമ്പര്യം വളരെ പ്രധാനമാണ്. മഹാനവരുടെ പാരമ്പര്യം ഏതാ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കുടുംബ പാരമ്പര്യം. ഈ കുടുംബ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 29ാമത്തെ പൗത്രൻ, 29ാമത്തെ കണ്ണി, ആ കണ്ണിയായ സയ്യിദ് മുഹമ്മദ് ജമറുൽ തങ്ങൾ, ഈ കടലുണ്ടിയിൽ ആദ്യമായി വന്ന തങ്ങൾ, കടലുണ്ടിലേക്ക് ആദ്യമായി വന്ന തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട 29ാമത്തെ കണ്ണി. മഹാനവറുകൾ ഇവിടെ വരുന്നത് എവിടുന്ന? അദ്ദേഹത്തിന്റെ പരമ്പര പരിശോധിച്ച് നോക്കിയാൽ ആരാണ്? പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ പരമ്പര പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ പരമ്പര അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിലേക്ക് 29 എണ്ണിയാൽ അങ്ങോട്ട് എത്തിച്ചേരും. ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ജനിച്ചത്. ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്നത്, അഥവാ മുഹമ്മദ് കോയ ജമറുൽ തങ്ങൾ ഇവിടെ വന്നത്
കടലിൽ ഒരു മുസല്ല വിരിച്ചുകൊണ്ടാണ്. കടലിൽ ഒരു മുസല്ല വിരിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൗലിദിലുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ കടലിൽ ഒരു മുസല്ല വിരിച്ചുകൊണ്ട് ആ മുസല്ലയിലൂടെ ഇങ്ങോട്ട് കടന്നു വന്നാണ്. അത് കണ്ടവരുണ്ട് ഇവിടെ പൂർവികർ. ആ ചരിത്ര ഗ്രന്ഥത്തിൽ മനോഹരമായി ഞാൻ വായിച്ചു. അദ്ദേഹം ആരായിരുന്നു? ഇന്തോനേഷ്യയിലെ അബീഷി എന്ന് പറയുന്ന, മലയാള ഭാഷയിൽ അച്ചി എന്ന് പറയുന്ന, ഇംഗ്ലീഷ് ഭാഷയിൽ സുമാത്ര എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ജമലുല്ലൈലി എന്ന അവിടുത്തെ ഭരണാധികാരിയായിരുന്ന വ്യക്തി, ഭരണകൂടത്തിൽ സ്ഥാനമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഒരു പ്രിയപ്പെട്ട പുത്രനാണ് നമ്മളീ പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കണ്ണിയായി ആദ്യമായി നിങ്ങളുടെ ഈ നാട്ടിൻപുറമായ ചാലിയത്തേക്ക് കടന്നു വന്ന തങ്ങൾ. ആ മഹാനവറുകൾ തന്റെ പിതാവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ വഖഫ് ബോർഡ് ചെയർമാൻ മഹാപുരുഷൻ കടന്നു വരിക എന്ന് പറയുമ്പോൾ ആ മഹാന്റെ പരമ്പരയിൽ ജനിച്ച ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കുറിച്ച് പറയുമ്പോൾ ആ പൂർവീക മഹത്വങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ആർക്കാണ് ഇവിടെ ചാലിയത്ത് കാളിയാകാൻ പാരമ്പര്യമുള്ളത്, അധികാരമുള്ളത്, അതിന് യോഗ്യനാരാണ് എന്ന് പോലും നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ചരിത്രപുരുഷനാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ ഈ നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി കടന്നു വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തന്റെ പിതാവിനോടും മാതാവിനോടും ആ കാര്യം പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ അതിരറ്റ് സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് തന്റെ മകനെ വിടാൻ അവർ തയ്യാറായില്ല. അപ്പോഴദ്ദേഹം അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതീക്ഷാനിർഭരമായ തീരുമാനം വരുമെന്ന് കരുതി കാത്തിരുന്നു. അങ്ങനെ ചരിത്രഗ്രന്ഥം വളരെ മനോഹരമായി പറയുന്നു, വയന്തദറുൽ ഇശാറത മിൻ ഖബിലി സമദ്, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനം വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഫലമ്മാ അതാലഹുൽ ഇദ്നു വൽ ഇശാറതു ലിസഫർ, അങ്ങനെ മലബാറിലേക്ക് ഇസ്ലാമത പ്രബോധനം നിർവഹിക്കുന്നതിന് വേണ്ടി കടന്നു പോകാൻ അദ്ദേഹത്തിന് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൃത്യമായ അനുമതി ലഭ്യമായപ്പോൾ ഹർവല ഇലാ ശത്തിൽ ബഹർ, മഹാനവറുകൾ അന്ന് ഇന്തോനേഷ്യയിൽ നിന്നും കടപ്പുറത്തേക്ക് വന്നു. അങ്ങനെ കടപ്പുറത്ത് വന്നുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് യാനപാത്രങ്ങൾ അഥവാ കടലിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമുള്ള ബോട്ടോ കപ്പലോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. വതഫഖദ സഫീന ലിർഹലത്തി, അദ്ദേഹത്തിന്റെ യാത്രക്ക് അന്ന് കപ്പൽ കിട്ടിയില്ല. ഇന്തോനേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന് കടന്നു വരാൻ കപ്പൽ കിട്ടിയില്ല. ഇലാ ദിയാരി മലൈബാർ, മലബാറിലേക്ക് വരുന്നതിന് വേണ്ടി. അപ്പോൾ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു, കെട്ടുകഥയൊന്നുമല്ല. ഫബസത മുസല്ലാഹു ഫിൽ ബഹർ വജലസ ഫീഹി വദറബഹു ഫസാറ, അങ്ങനെ അദ്ദേഹം മുസല്ല വിരിക്കുകയും ആ മുസല്ലയിൽ ഇരിക്കുകയും ആ മുസല്ലയിൽ അടിക്കുകയും അത് തള്ളിക്കൊണ്ട് അദ്ദേഹം കടന്നു വരികയും ചെയ്തു ഇങ്ങോട്ട്. അങ്ങനെ വസന ഇലാ ബൽദത്തി, കടലുണ്ടി, അങ്ങനെ അദ്ദേഹം കടലുണ്ടിയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. വേറെ ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കടലിൽ ഒരു മുസല്ല വിരിച്ചിട്ട് ആ മുസല്ല ഉന്തിക്കൊണ്ട് കടന്നു വന്നതുകൊണ്ട് കടലിലൂടെ ഉന്തി വന്ന തങ്ങളാണ് കടലുന്തി എന്ന സ്ഥലത്തെത്തി കടലുന്തി എന്ന പേര് വന്ന് കടലുണ്ടിയായത് എന്നൊക്കെ ചില ചരിത്രകാരന്മാർ ഈ സ്ഥലനാമ കഥകളിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരിൽ വരെ സ്വാധീനം ചെലുത്തിയ വലിയൊരു മഹാൻ ഇവിടെ കടന്നു വന്നു എന്ന് പോലും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഫീ ശഹരി ശഅബാന സനത 1180, ഹിജ്റ 1180 ചരിത്രമാണ് പറയുന്നത്. ഒരു വിശുദ്ധമായ റമദാനിന് മുമ്പുള്ള മാസത്തിൽ ശഅബാനിൽ അദ്ദേഹം കടന്നു വന്നു. അങ്ങനെ ഫഅല്ലമൂഹു വഅക്റമൂഹു ഗായത്തത് തഅലീമി വൽ ഇക്റാം, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചു. ആ മഹാനവറുകളെ വളരെ ആദരിച്ചു, അദ്ദേഹത്തെ വളരെ അംഗീകരിച്ചു. ഈ പ്രദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് സർവ്വവിധ അംഗീകാരവും ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തു. ആ മഹാന്റെ കറാമത്ത് പോലും വളരെ വലുതാണ്. ഒന്ന് രണ്ട് കറാമത്തുകൾ സാന്ദർഭികമായി നമുക്ക് വഴിക്ക് വെച്ച് സൂചിപ്പിക്കാം. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കാദിയിലേക്ക് മടങ്ങുകയാണ്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജമലുൽ എന്ന് പറയുന്ന ബഹറിലൂടെ മുസല്ല വിരിച്ച് അത്ഭുതകരമായി ഇവിടെ കടന്നു വന്ന ദീനീ പ്രബോധകന്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഹസൻ തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഉമർ തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ ഹസൻ കുഞ്ഞിക്കോയ എന്ന് പറയുന്ന മഹാനായ ജമലുൽ തങ്ങളുടെ കവായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, പയ്യന്നൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മഹാപണ്ഡിതന്റെ പ്രിയപ്പെട്ട മകനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പണ്ഡിത കേസരി ബഹുമാനപ്പെട്ട കോഴിക്കോട് ഗാന്ധി. അദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ,
ബഹുമാനപ്പെട്ടവർ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും സയ്യിദ് ബഹുമാനപ്പെട്ട നമ്മുടെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഒക്കെ ബാച്ചിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെ ആദ്യത്തെ ബിരുദധാരിയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഫസ്റ്റ് ബാച്ച്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ആലിക്കുട്ടി മുസ്ലിയാരുടെയും സതീർത്ഥ്യനാണ്, കൂടെ പഠിച്ച ആളാണ്. ആ മഹാൻ ജാമ്യയിൽ നിന്ന് ബിരുദമെടുത്ത് വന്നതിന്റെ ശേഷം തന്റെ ഇൽമിനോടുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ദയൂബന്ദിലേക്ക് ഹദീസിൽ ബിരുദം നേടാൻ പോയി. അങ്ങനെ ദയൂബന്ദിൽ പോയി ഹദീസിൽ അവിടുത്തെ മഹാന്മാരായ മുഹദ്ദിദീങ്ങളുടെ കയ്യിൽ നിന്ന്, ഷെയ്ഖുൽ ഹദീസിന്റെ കയ്യിൽ നിന്ന് ഇജാസത്ത് വാങ്ങി ഇവിടെ വന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനമാകുന്ന പള്ളി ദർസ് ആരംഭിച്ചു. കവായി ജുമുഅത്ത് പള്ളിയിലാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. മഹാനവരുടെ ഖബർ അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. 15 വർഷം ദർസ് നടത്തിയ മഹാനവർകൾ 1982 വഫാത്ത്. തന്റെ പിതാവ് ദർസ് നടത്തിയ പ്രദേശത്ത് ഇന്നും അദ്ദേഹത്തിന് വലിയ അംഗീകാരമാണ്. നിങ്ങൾ കവായിൽ പോയി നോക്ക്. ആ പയ്യന്നൂർ ഭാഗത്ത് ഞാൻ പലപ്പോഴും പോകുന്നതാണ്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനം, ആ പിതാവിനോട് കാണിച്ച ബഹുമാനമാണ് അവർ കാണിക്കുന്നത്. മാത്രമല്ല പള്ളി ദർസ് ഈ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയുടെ അടിത്തട്ട. 20 വർഷത്തോളം 2 പതിറ്റാണ്ടായി ഈ തങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു പണ്ഡിതനാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യമാണ് പള്ളി ദർസ്. അതുകൂടി മനസ്സിലാക്കണം. ദർസിൽ നിന്നാണ് ഈ ഉമ്മത്തിന് ഈ പുരോഗതി ഉണ്ടായത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. അസാസു ഇൽമിദ്ദീനി ദർസുൽ മസ്ജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫതി വതിബാഉ മഖ്ദൂമീനഹും അഅ്ലാമു. എത്ര മനോഹരമായിട്ടാണ് 2 വരിയിൽ ഈ ദർസിന്റെ മഹത്വം പറഞ്ഞത്. വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാകുന്ന ഇൽമ പഠിപ്പിക്കുന്ന പള്ളി ദർസ്. വഅസാസു ഇൽമിദ്ദീനി ദർസുൽ മസ്ജിദി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ കിടക്കുന്നത് പള്ളി ദർസിലാണ്. മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു. മിൻഹു തഖദ്ദുമു, അതുകൊണ്ടാണ് സമൂഹത്തിന് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. വന്നമാ, സമൂഹത്തിന്റെ വളർച്ചയും വതമാമു, സമൂഹത്തിന്റെ പുരോഗതിയും. എവിടുന്നാ നമുക്കത് കിട്ടിയത്? ആ പാരമ്പര്യം നമുക്ക് എവിടുന്നാ കിട്ടിയത്? ആ പാരമ്പര്യം മുസ്ലിം ഉമ്മത്ത് ഏറ്റുപിടിച്ചത് അത് ശരിക്കും അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. അത് കൃത്യമായി തന്നെ കവിതയിൽ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുഫത്തിന്റെ അഹ്ലുകാരാകുന്ന മദീനത്തപ്പള്ളിയിൽ ദർസ് പഠിച്ചിരുന്ന മുതഅല്ലിമീങ്ങളുടെ പാരമ്പര്യമാണത്. അവിടെ നിങ്ങോട്ട് പറിച്ചു നട്ട മഖ്ദൂമികളെ പാരമ്പര്യമാണത്. ആ ഇത്തിബാഇനാണ് പരിശുദ്ധ ദീനുള്ളതെന്ന് വ്യക്തമായി അറിയണം നമ്മൾ. ആ ദർസിന്റെ സന്തതിയാണ്. പള്ളി ദർസിൽ ഓതി പഠിച്ചൊരു മഹാപണ്ഡിതന്റെ മകനാണ്. ഒരുപാട് ദർസ് നടത്തിയ മഹാനാണ്. മാത്രമല്ല മാതാവിന്റെ ഭാഗത്ത് കൂടെ നോക്ക്. പിതാവിന്റെ ഭാഗത്ത് പ്രസിദ്ധൻ. മാതാവിന്റെ ഭാഗത്ത് ഉമ്മ പാണക്കാട് KMS പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ ചെറിയ ബീവി 1987 വഫാത്തായ മഹദിയുടെ പ്രിയപ്പെട്ട മകന്. ഉമ്മ തന്നെ പാണക്കാട് കുടുംബത്തിലെ പ്രതിഭാസമ്പന്നയായ ഒരു പെൺകുട്ടി. നോക്കണം നിങ്ങൾ. ആ മഹദി അവളെ ഓർത്തുകൊണ്ടാകും കോഴിക്കോട്ട് കാദിയായി ബഹുമാനപ്പെട്ട തങ്ങളെ അന്വേഷിച്ചു വന്നപ്പോ കോഴിക്കോട്ടുകാർക്ക് ഒരു കാദി വേണമെന്ന് പറഞ്ഞപ്പോ, പാണക്കാട്ടിൽ നിന്ന് കാദി വേണമെന്ന് പറഞ്ഞപ്പോ അത് പാണക്കാട്ടെ കുട്ടി തന്നെയാണ്. കാരണം പാണക്കാട്ടാണ് ഉമ്മ. പാണക്കാട്ടെ പാരമ്പര്യമാണ് ഉമ്മാക്കുള്ളത്. പാണക്കാട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അസ്രി എന്ന് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടുകാരോട് പറഞ്ഞു കൊടുത്തത് പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടുകാരോട് പറഞ്ഞത് പാണക്കാട്ടെ കുട്ടി തന്നെയാണ്. അപ്പൊ രണ്ടും നോക്കും നിങ്ങൾ. ഉമ്മാന്റെ ഭാഗത്തുകൂടെയും അതുപോലെ ഉപ്പാന്റെ ഭാഗത്തുകൂടെ. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഉമ്മാന്റെ ആ പാരമ്പര്യം നോക്കൂ. ഉമ്മാന്റെ പിതാവാര ഇരുമ്പുചോലയിൽ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ടവർ. ആ മഹാനുഭാവൻ മുൻ കാലിയത്തെ കാദി കൂടിയാണ്. ഈ പ്രദേശത്തിന്റെ കാദിയാണ് അദ്ദേഹത്തിന്റെ വല്ലുപ്പ. അതാ പഠിക്കേണ്ടത്. ഉമ്മാന്റെ ഭാഗത്തുകൂടെ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇവിടെ കാദിയ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ആ പാരമ്പര്യത്തിലേക്കാണ് നിങ്ങളെ കാദിസ്ഥാനം ഇപ്പൊ മടങ്ങി വന്നിരിക്കുന്നത്. ഉപ്പയും ഉമ്മയും ഒരുപോലെ ശ്രേഷ്ഠന്മാർ. പിതൃഭാഗത്തുകൂടെയും മാതൃഭാഗം. മുഹിദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് കസീദയെ പറഞ്ഞ പോലെ അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമ അബം വ ഉമ്മൻ ശരീഫൈനി ഇഖദിജ്തമ. അബം വ ഉമ്മൻ ശരീഫൈ. അബും ഉമ്മും ശരീഫ രണ്ടുപേരും മഹത്തുക്കളാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഭാഗത്തുകൂടെ ശ്രേഷ്ഠ പരമ്പരയിൽ കടന്നു വന്ന മഹാനവർകൾ. അല്ലാഹു മഹാനവർകൾക്ക് ഈ മഹല്ലത്തിനെ നല്ല നിലക്ക് നയിക്കാൻ തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. വലിയ പണ്ഡിതനാണ്. 1993-94 കാലത്ത് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പഠിച്ച് ബിരുദമെടുത്ത് കടന്നു വന്ന മഹാപണ്ഡിതൻ. ബിരുദധാരിയായ മുദരിസ്. അദ്ദേഹം മറ്റത്തൂരിലും അതുപോലെ പുല്ലാളൂരിലും മുളവട്ടൂരിലും കടലുണ്ടിയിലും കരിപ്പൂരും ചാലിയത്തും ഒക്കെ ദർസ് നടത്തിയിട്ടുണ്ട്. പല സ്ഥലത്തുമായി 2
ദശാബ്ദക്കാലമായി ആ ദർസ് നീണ്ടു നിൽക്കുകയാണ്. 2008 പാണക്കാട് കുടുംബത്തിന്റെ ആശീർവാദത്തോടുകൂടി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക താല്പര്യത്തോടുകൂടി മഹാനവറുകൾ കോഴിക്കോട് ഖാദിസ്ഥാനം ഏറ്റെടുത്തു. ഇന്ന് 160-ൽ പരം മഹല്ലത്തുകളുടെ ഖാദിയാണ്. ഈ ശാലിയം മാത്രമല്ല, ആ മഹല്ലുകളൊക്കെ ബഹുമാനപ്പെട്ടവരെ തേടി വന്നതാ. ഞാൻ ഖാദിയാകാമെന്ന് പറഞ്ഞ് ഒരുത്തനോടും അങ്ങോട്ട് പോയിട്ടില്ല. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന നമ്മുടെ ജീവൽ പ്രസ്ഥാനവുമായി അഭേദ്യ ബന്ധമുള്ള ബഹുമാനപ്പെട്ടവർ പഠിക്കുന്ന കാലത്തും ദർസ് നടത്തുന്ന കാലത്തും ഖാദിയാകുന്ന സ്ഥാനത്തും ആരെയും വെറുപ്പിക്കാതെ സമസ്തയുടെ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നു. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി നിരവധി മഹല്ലത്തിന്റെ ഖാദിസ്ഥാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. SYSന്റെയും SMFന്റെയും സംസ്ഥാന ഉപാധ്യക്ഷനാണ്. പാണക്കാട് തങ്ങന്മാർ പ്രസിഡന്റായിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉപാധ്യക്ഷനായി ബഹുമാനപ്പെട്ടവർ നമുക്കൊപ്പമുണ്ട്. ജമിയത്തുൽ മുദ്ദരിസിന്റെ തലപ്പത്തുണ്ട്. മജ്ലിസ് നൂർ എന്ന് പറയുന്ന നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത മനോഹരമായ മജ്ലിസ് നൂർ ഉണ്ടല്ലോ, ആ മജ്ലിസ് നൂറിന്റെ അമീറാണ്. മജ്ലിസ് നൂറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പടവെട്ടി മരിച്ചുപോയ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ. ആ ബദരീങ്ങളെ നമ്മൾ മോയിൻകുട്ടി വൈദ്യർ തന്റെ കസീദയുടെ തുടക്കത്തിൽ അദ്ദേഹം വളരെ മനോഹരമായി ബദറുൽ ഖൂർ എഴുതിയപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. ആരെങ്കിലും നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു സ്ഥലത്ത് വെച്ച് ബദരീങ്ങളെന്ന് വിളിച്ചാൽ ഖാലിസായ കരുത്തുകൊണ്ട് വിളിത്തുമൻ ബദരീങ്ങള ഖാലിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽക്ഷണം ഹസില. ഖാലിസായ കരുത്തുകൊണ്ട് നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചാൽ അപ്പ അവർ ഹാജരാകുമെന്ന് മോയിൻകുട്ടി വൈദ്യർ എഴുതി. അദ്ദേഹം വെറുതെ എഴുതിയതല്ല. കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാദിന്റെ ദർസിൽ പോയി പഠിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ബഹുമാനോട് പറഞ്ഞത്. വളരെ മനോഹരമായി അദ്ദേഹം ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ എവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ വിളിച്ചാലും ശരി, ബദരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് തേടിയാൽ അവന് തവസ്സുൽ കൊണ്ട് ഗുണം കിട്ടുമെന്ന് പഠിപ്പിച്ച ദീനായത്. ആ വലിയ മജ്ലിസിന്റെ സംസ്ഥാന അമീറായി പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഖാദിയും നമ്മുടെ പ്രിയപ്പെട്ടവനുമായ ഈ ബഹുമാനപ്പെട്ട ജമലുൽ ലൈലി കുടുംബത്തിലെ തങ്ങളെയാണ്. ആ പാരമ്പര്യമെന്ന് നോക്കും നിങ്ങൾ. മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി എന്ന് പറയുന്ന മഹാൻ. ഇദ്ദേഹത്തിന്റെ പരമ്പര വരുന്നത് ഫഖീഹുൽ മുഖദ്ദം മകൻ അലി മകൻ അബ്ദുള്ള മകൻ അഹമ്മദ് മകൻ മുഹമ്മദ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട ഇമാം ജഅഫർ സാദിഖ് മുതൽ തുടങ്ങുന്ന ആ പരമ്പര ഇങ്ങനെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഹിജ്റ 787 മരിച്ച അദ്ദേഹത്തിനാണ് ചരിത്രത്തിൽ ജമലുൽ ലൈൽ എന്ന പേര് വന്നത്. അതെന്തുകൊണ്ട് വന്നു എന്ന് ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം പ്രഭാതം വരെ ആരാധിച്ചിരുന്നുകൊണ്ട് നിസ്കരിച്ച് രാത്രി ഇങ്ങനെ ഹയാത്താക്കി പ്രഭാതം പുലരുമായിരുന്നു. അങ്ങനെ രാവും പകലും ഒരുമിച്ച് കൂട്ടി ജമലു ജമ എന്നായിരിക്കാം ചിലപ്പോൾ ലൈൽ എന്ന് വന്നത്. അതല്ല, രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടന്ന് വിജനമായ പ്രദേശത്ത് പോയി ധാരാളമായ ഇബാദത്തെടുത്തിരുന്നു എന്നും അദ്ദേഹത്തിന്റെ താരീഖിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ, ആ പിതാമഹൻ അങ്ങനെ നടന്ന് വിജനമായ കാടുകളിലും വിജനമായ മലമ്പ്രദേശത്തുമൊക്കെ ഒഴിഞ്ഞിരുന്നുകൊണ്ട് ഇബാദത്ത് നടത്തുമായിരുന്നു. വനാന്തരങ്ങളിൽ രാത്രി പ്രാർത്ഥന നടത്തുമ്പോ രാത്രി സഞ്ചരിക്കുന്ന ഒട്ടകം എന്ന അർത്ഥത്തിൽ ജമലുൽ ലൈൽ എന്ന് പേര് വന്നു എന്ന് ചില ചരിത്രകാരന്മാരെങ്കിലും എഴുതി വെച്ചത് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാധനയുടെ ആ നിഷ്കൃഷ്ടത കൊണ്ടാണ് ഈ പേര് വന്നത് എന്നുകൂടി ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഈ വന്ന ചാലിയത്ത് ആദ്യം വന്ന ഈ പരമ്പര തങ്ങളാകുന്ന ബഹുമാനപ്പെട്ട ജമലുൽ ലൈൽ തങ്ങളെ, മുഹമ്മദ് ജമലുൽ ലൈൽ തങ്ങളെ ചരിത്രകാരന്മാരെ മുഴുവൻ വിളിച്ചിട്ടുള്ളത് സയ്യിദ് കുത്തുബ് മുഹമ്മദ് ജമലുൽ ലൈൽ എന്നാണ്. സയ്യിദ് കുത്തുബ് എന്ന് കൂട്ടാതെ അദ്ദേഹത്തിന്റെ പേര് എവിടെയും പറഞ്ഞത് ഞാൻ വായിച്ചിട്ടില്ല. സയ്യിദ് കുത്തുബ് മുഹമ്മദ് ജമലുൽ ലൈൽ എന്നാണ് മഹാനവരുടെ പേര് ചരിത്രത്തിൽ എവിടെയും വായിച്ചു കാണുന്നത്. അങ്ങനെയുള്ള മഹാൻ, ആ മഹാൻ ഇവിടെ വന്ന കാലത്ത് അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിച്ച ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പഴയകാല ചരിത്രം അറിയുമെങ്കിൽ കൃത്യമായി അറിയാം. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ നിരവധി ഉണ്ടായിരുന്നു. 1232 അദ്ദേഹം മരിച്ചത്. ആ പരമ്പരയിലാണല്ലോ അദ്ദേഹം പറക്കുന്നത്. അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ കറാമത്തുകൾ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുന്നത് സാന്ദർഭികമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്റെ പാരമ്പര്യ വലുപ്പം മനസ്സിലാകാം. എന്താണെങ്കിലും നുത്തഫത്തിന്റെ ഒരു ഗുണമുണ്ടാകുമല്ലോ. പാരമ്പര്യത്തിന്റെ ഒരു മഹിമ സ്വാഭാവികമാണല്ലോ. ആ പാരമ്പര്യത്തിന്റെ മഹിമ ശരിക്കുണ്ടാകും. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ഇവിടെ ജീവിക്കുന്ന കാലത്ത് രസകരമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ രണ്ടുപേര് വലിയുള്ളായി കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി 2 പഴക്കുലകളുമായി ഈ പ്രദേശത്ത് നിന്ന് മമ്പുറത്തേക്ക് പോകാൻ നിൽക്കുക. അങ്ങനെ തന്നെ താരീഖാണ്, ഞാൻ കെട്ടുകഥ പറയല്ല. ഈ വേണമെങ്കിൽ താരീഖ് വായിച്ചു പറയാം. അന്നഹൂറൂക്കി കടലുണ്ടിയുടെ അങ്ങാടിയിൽ അദ്ദേഹം കണ്ടു റജുലൈനി യഖ്സിദാനി മമ്പുറം മഴ അഖ്നാഇ മൗസ്.
പഴത്തിന്റെ കുലയുമായി രണ്ടുപേരിങ്ങനെ നിൽക്കുന്നുണ്ട്. നദറല്ലി സയ്യിദ് അലവിയിൽ ഔസുൽ അഅ്ളം, മമ്പുറത്തെ ഔസുൽ അഅ്ളം തങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്, മമ്പുറത്തെ തങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴക്കുലകളുമായി അവരിങ്ങനെ അങ്ങാടി നടക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, സയ്യിദ് കുത്തുബ് തങ്ങൾ അഥവാ ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഇവിടെ ആദ്യം മുസല്ല വിരിച്ചു വന്ന തങ്ങൾ ഇവരെ കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര ഇടങ്ങേറായിട്ട് ഇത് അമ്പുറത്ത് കൊണ്ടുവന്നത്? ഇത് എനിക്ക് തന്നേക്ക്, ഞങ്ങളെ കാര്യം കൂടുന്നു, നിങ്ങൾ ഉദ്ദേശ കാര്യം നടക്കും, എനിക്ക് തന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കതത്ര പന്തിയായി തോന്നില്ല. മമ്പുറത്തെ തങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത് ഇപ്പൊ ഇയാൾക്ക് കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അങ്ങനെ അവര് രണ്ടുപേരും പ്രയാസപ്പെട്ട് മമ്പുറത്തേക്ക് പോയി. അങ്ങനെ മമ്പുറത്തേക്ക് നിന്നുമ്പോ ഇവരവിടെ എത്തുന്നതിന്റെ അല്പം മുമ്പ് അമ്മ സയ്യിദ് അലവി ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളെ കാല ഫീ ദാലിക്കൽ വഖ്ത്, ഈ ചോദ്യം ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു പോലിൽ ഉലാം, അദ്ദേഹത്തിന്റെ ഒരു സേവകനോട് പറഞ്ഞിരുന്നു, കുല്ലി റജുലൈനി യജിആനി ബി അക്നാഇൽ മൗസി, ഇവിടെ രണ്ട് പഴക്കൊളിയും കൊണ്ട് രണ്ടാള് വരും, അവരോട് നിങ്ങൾ പറയണം റുജൂ ഇല സയ്യിദ് മുഹമ്മദ് ജമലുല്ലയിൽ, അത് മുഹമ്മദ് ജമലുല്ലയിൽ തങ്ങൾ കൊണ്ടുകൊടുക്കാൻ പറയണമെന്നോ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും ഇടങ്ങാറായി മമ്പുറത്ത് ചെന്നു. പഴക്കൊല തങ്ങൾക്ക് കാഴ്ചവെച്ചു. തങ്ങള് അവിടെ ഇല്ല. അപ്പൊ തങ്ങളെ ഹാദി വന്നിട്ട് പറഞ്ഞു, തങ്ങൾ നിങ്ങൾ വരുന്നു പറഞ്ഞിരുന്നു, നിങ്ങൾ പഴക്കൊല കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു, അത് ഇവിടെ വെക്കണ്ട, ജമലുല്ലയിൽ തങ്ങൾക്ക് കടലുണ്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവര് നിരാശരായി വേഗം വന്ന് തങ്ങളെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഈ തങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ട്, ഇതെനിക്ക് തന്ന അഗതി കൂടുന്നു, അങ്ങോട്ട് കൊടുക്കാനുള്ള തന്നെയാണ്. അത് കൃത്യമായി അറിയാൻ മമ്പുറത്തെ തങ്ങൾക്ക് കഴിഞ്ഞു. ഇദ്ദേഹം അത് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വലിപ്പം അവർക്ക് മനസ്സിലായില്ല. ആളുകൾക്ക് ചില ആളുകളെ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. മഹാനവകൾ ഒരിക്കൽ ഒളകന എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നിട്ട് ആ പ്രദേശത്ത് 8 ദിവസം അവിടെ ദീനി ദഅവത്തുമായി താമസിച്ചു. ജനങ്ങൾക്ക് ദീനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തി താമസിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് 8 ദിവസത്തെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പോലും മത്സ്യം വന്നില്ല, മത്സ്യം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടുന്ന് മത്സ്യം ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ അങ്ങനെ മത്സ്യത്തിന്റെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവർ എല്ലാ വെള്ളത്തിലും മത്സ്യം ഉണ്ടാവുമല്ലോ, ഇവിടെ വെള്ളമില്ലേ, നിങ്ങൾ പിടിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞത്രേ. അപ്പൊ ഒരാള് അദ്ദേഹത്തെ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ ഒരു ഇസ്തിഗ്സാഖ് എന്ന നിലയ്ക്ക് ചോദിച്ചു, ഹൽ ഫീ കുല്ലി മാഇൻ സമകുൻ, എല്ലാ വെള്ളത്തിലും മത്സ്യം ഉണ്ടാവോ തങ്ങളെന്ന് ചോദിച്ചു. നഅം, ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വേഗം പോയിട്ട് എന്ത് ചെയ്തു, ഫാത്തൗ ബി ഹബ്ബത്തിൻ ആറജീലിൻ, ഒരു തേങ്ങ ഉണ്ടെന്ന്, ഒരു നല്ല ഇളനീര് കൊണ്ടെന്ന് വലിയ, എന്നിട്ട് പറഞ്ഞു, ഇതിന് വെള്ളം ഉണ്ടല്ലോ, ഇതിൽ മീനുണ്ടാവുമെന്ന് ചോദിച്ചു. കളിയാക്കിയതാ. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ അമറ ബി ഖത്ഇഹ, അത് പൊട്ടിക്കാൻ പറഞ്ഞു. ഫൈദാ ഫീഹാ സമഖത്തുൻ ഹംറാഉ ശഫതി, ചുവന്ന ചുണ്ടുള്ള ഒരു മത്സ്യം. അത് പൊട്ടിച്ചപ്പോ തുഹർരികു ദനബഹ, അതിലിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് ഒരു മത്സ്യം. ആ തേങ്ങ പൊട്ടിച്ചപ്പോ അതിലുണ്ട്, താരീഖിൽ കൃത്യമായി എഴുതിയതാ. അങ്ങനെ അത്ഭുത സിദ്ധികൾ കാണിച്ച ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ച ചാലിയത്തുകാർ തന്നെയുണ്ട്. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ടവർ എന്നും പ്രഭാതത്തിൽ ഇവിടുന്ന് പോകും, വൈകുന്നേരമായി കാണൂല, പിന്നെ നേരം വെളുത്തിട്ടേ തിരിച്ചെത്തുള്ളൂ. യറൂഹു ബഅദൽ ഇശാഇ വ യർജിഉ ഖബ്ല സബാഹ് എന്ന താരീഖിലുള്ളത്. രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. വൈകുന്നേരം പോകും, രാവിലെ തിരിച്ചു വരും. യറൂഹു ബഅദൽ ഇശാഇ, ഇശാന്റെ ശേഷം പോകും. വ യർജിഉ ഖബ്ല സബാഹ്, രാവിലെ അദ്ദേഹം വരും. അപ്പൊ ഇതിങ്ങനെ ഇദ്ദേഹം പോണ കണ്ടപ്പോ ഒരു ദിവസം ഇവിടെ ഈസ എന്ന് പറയുന്നൊരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. ഈ ഈസ ഇദ്ദേഹം പോകുന്നത് ഒരു ദിവസം നോക്കി നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈസ ഇദ്ദേഹത്തിനെ പിന്തുടർന്ന് നേരെ പോയി കടൽക്കരയിലെത്തുമ്പോൾ തങ്ങൾ കടലിന്റെ മേലെ നടന്നിങ്ങനെ പോകുന്ന കണ്ടത്. അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നിട്ട് ഈസ അവിടെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തിരിച്ചു വരുന്നവരേ നിന്നു. പ്രഭാതത്തോടടുത്ത സമയത്താണ് തിരിച്ചു വന്നപ്പോ തങ്ങൾ ചോദിച്ചു, ലിമ യജ്ലിസു ഹുനാ ഫിൽ വഖ്ത്, എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഈ സമയത്ത് എന്താ ഇവിടെ ഇരിക്കണത്? അപ്പൊ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എങ്ങട്ടാ എന്നും പോകുന്നു നോക്കാൻ വന്നതാ. ഇന്ന് ഞാൻ നിങ്ങളെ പിന്തുടർന്നു, നിങ്ങൾ പോകുന്ന ഞാൻ കണ്ടപ്പോ എനിക്ക് ബോധ്യമായി നിങ്ങൾ എങ്ങോ കടലിന്റെ മേലല്ലേ സഞ്ചരിച്ചത്. ഞാൻ വരുന്നവരെ കാത്തിൽ നിങ്ങൾ വരുമോ? വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ ഔസാഹു, ആ മനുഷ്യനെ വിളിച്ചിട്ട്, ഈസനെ വിളിച്ചിട്ട് തങ്ങൾ വസിയത്ത് ചെയ്യിച്ചത്, അല്ലാ യുദ്ഹിറ ഹാദ സിർ, ഈ സത്യം നീ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. മഹാന്മാരങ്ങനെയാണ്. മഹാന്മാരൊരു കറാമത്ത് കാണിച്ചാൽ അത് പുറത്ത് പറയില്ല. ആളുകൾ ആ കറാമത്ത് അറിയുന്നവർക്ക് ഇഷ്ടമല്ല. അതങ്ങനെ അവരെ പൊതുപ്രകൃതി എങ്ങനെയാണ്, അവരെ പൊതുവായ പ്രകൃതി എങ്ങനെയാണ്. നേരെ മറിച്ച് ഇവിടെ ചില ആൾക്കാരെ കറാമത്തിന്റെ ഒരു സൈഡിൽ കൂടെ പോയാൽ മതി, അത് കൊട്ടിഘോഷിച്ച് നോട്ടീസ് ഇറക്കും, പിന്നെ വലിയുള്ളാഹി ഉണ്ടാവുള്ളൂ. ഇവരെയാണ് മഹാന്മാരങ്ങനെ. അങ്ങനെ ഈ ഈസ വന്നപ്പോ ഈസക്കത് മനസ്സിൽ നിൽക്കൂല, നമുക്ക് ചില ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കൂലല്ലോ. ഇയാളിത് എല്ലാവരോടും പറഞ്ഞു. അന്ന് ഉച്ചയായപ്പോഴൊക്കെ സകല ആൾക്കാർക്ക് ഇവരെത്തിച്ചാണ്. അതോടുകൂടി ഫഅമിയ ഐനാഹു, അവന്റെ കണ്ണുകൾ പൊട്ടിപ്പോയി, ഒരു കണ്ണ് അന്ധമായി. ഈ സംഭവത്തൊക്കെ സമാനമായി ഔലിയാക്കന്മാരുടെ സംഭവത്തിൽ വലിയതായ കുത്തുബുസ്സമാന്റെ സംഭവത്തിൽ ഒരു സംഗതി ഞാൻ വായിച്ചിട്ടുണ്ട്. വലിയതായ കുത്തുബുസ്സമാൻ മെമ്പർ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ ഒരു ദിവസം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചതാണ്. ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് നേരെ എതിരിൽ അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചെറുപ്പക്കാരൻ വരുമ്പോ രാത്രി തങ്ങൾ എങ്ങോട്ടാ ഇറങ്ങിപ്പോകുന്ന ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഓനെ വിളിച്ചു, നീ എന്റെ കൂടെ വാപ്പ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി.
ആ പുഴക്കരയിൽ മമ്പുറത്തെ പുഴക്കരയിൽ ചെന്നപ്പോ പുഴക്ക് തോണിയില്ല. അപ്പൊ തങ്ങൾ എന്റെ കയ്യെ ബിസ്മി ചൊല്ലി പിടിച്ചിട്ട് ആ പുഴന്റെ മേലെ നടന്നു പോയി, വെള്ളത്തിന്റെ മേലെ. അത്ഭുതമല്ലേ? നേരെ ചെന്ന് കുടിഞ്ഞിപ്പള്ളിന്റെ വരാതിൽ ഇയാൾ ഇരുത്തി, തങ്ങൾ ഉള്ളിൽ കയറി എന്തൊക്കെയോ സംസാരം ഇയാൾ കേൾക്കുന്നുണ്ട്. സുബൈന്റെ മുമ്പ് തിരിച്ച് അതേപോലെ പോകുന്നു ചെയ്തു. വെള്ളത്തിന്റെ മേലെ ചവിട്ടിട്ടാ പോരുന്നത്. അങ്ങനെ വസാഹു ഇന്ദ റുജൂഇഹി പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി വെച്ച അന്നഫഹാത്തുൽ ജലീൽ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ പാങ്ങൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. വസാഹു ഇന്ദ റുജൂ മടങ്ങി വരുന്ന സമയത്ത് പറഞ്ഞു തിൽക്കൽ അസ്റാറ കുല്ലഹ, ഈ രഹസ്യം ആരോടും പറയുന്നതാണ്. ആയിക്കോട്ടെ, ആ സാധു പറയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ വെള്ളത്തിന്റെ മേലെ സഞ്ചരിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നൊക്കെ ആൾക്കാരോട് പറയണമെങ്കിൽ എന്തൊരു മഹത്വ, പറയണ്ടെന്നാ പറഞ്ഞത്. അതാണ് മഹാന്മാർ. പക്ഷെ ഈ സാധു കൂടി ഇയാൾ നേരെ വീട്ടിൽ കയറിച്ചപ്പോ ഭാര്യ ചോദിച്ചു നിങ്ങൾ ഉൾക്കാൻ പോയിരുന്നു ചോദിച്ചു. അപ്പൊ ഇയാൾ ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞു സാധു അല്ലേ യഥാർത്ഥക്കാരൻ, അത് പറയാൻ പറ്റൂല. പാതിരാക്ക് പെണ്ണുങ്ങളടുത്ത് ഇറങ്ങിപ്പോയിട്ട് രാത്രി ചെന്നിട്ട് ഉൾക്കാൻ പോയെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല എന്നല്ല. പെണ്ണുങ്ങൾ വിടുവോ? ചാലിയത്തെ പെണ്ണുങ്ങൾ വിടുവോ? അപ്പൊ ഇയാള് പറഞ്ഞു അത് തീരെ പറയാൻ പറ്റൂല. എന്നാ ആകെ കുഴപ്പമായി, ബഹളായി, വമ്പച്ച പ്രശ്നമായി. ഒരു കുടുംബ പ്രശ്നം ഉദിക്കുമെന്ന ഘട്ടം വന്നപ്പോ ഇയാൾ സാധു പറഞ്ഞു പോയി. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഒറ്റ വാക്ക് പറഞ്ഞ നാവ് അദ്ദേഹത്തിന് പൊട്ടിപ്പോയി. പിന്നെ അദ്ദേഹം മരണം വരെ 5 കൊല്ലം ജീവിച്ചു, ഒരക്ഷരം മിണ്ടിയില്ലെന്ന്. ഈ കഥ അയാൾ എഴുതി അറിയിച്ചത്. ഈ സംഭവം എഴുതിങ്ങനെ തങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് വന്നത്. മമ്പുറത്തെ മാലയിലുണ്ട് തരത്തിൽ നീ കണ്ടതും മിണ്ടണ്ട ചൊന്നാരെ തെറ്റിച്ച് കൂറ്റും അടപ്പിച്ച് വിട്ടോവർ. അങ്ങനെയാണ് മിണ്ടണ്ടെന്ന് പറഞ്ഞപ്പോ മിണ്ടിയപ്പോ അപകടമായി. പെണ്ണുങ്ങളൊക്കെ കേൾക്കണ്ടേ ശരിക്കും മനസ്സിലാക്കുക. പുതിയാപ്പിളാരെ വല്ലാതെ ഇറങ്ങാറാക്കണ്ട, എന്നാ വല്ലാതെ കയറി വിടും വേണ്ട. ശരിക്കും ശ്രദ്ധിക്കണ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാ. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഒരു കറാമത്തും ആളുകളോട് പറയാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ശരിക്കും നമുക്ക് ഒരു മുറബ്ബിയായ ഷേഖിന്റെ സ്ഥാനത്ത് ഈ ചാലിയത്തുകാർക്ക് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മൗലിദിനെ വായിച്ചു. ആ മഹാനെ കുറിച്ച് മൗലിദ് പറഞ്ഞ വാക്കാ നാളത്തെ ഭക്ഷണത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ച പോലുമില്ല. അഷി എന്ന് പറഞ്ഞാൽ സുമാത്രയിൽ നിന്ന് അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ട് ഹിജറ വന്നത് എന്ന് ചരിത്രം പറയുന്നു. അത്ര വലിയ പാരമ്പര്യമുള്ള വലിയൊരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പടച്ചറപ്പ് അനുഗ്രഹീതമായ ഒരു കാദിസ്ഥാനത്ത് നമുക്ക് നിർത്തി തന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ? ഒരാൾ നമ്മുടെ കാദിസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ആ കാദിസ്ഥാനം ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലൗകാന അബ്ദൻ ഹബശിയ, എത്യോപ്യൻ അടിമയാണെങ്കിലും ശരി അനുസരിച്ചു കൊള്ളണമെന്നാണ് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് എത്യോപ്യൻ അടിമയാണെങ്കിലും ശരി നമ്മൾ അംഗീകരിച്ചോളണം. അവിടെ പിന്നെ നോട്ടല്ലേ ആരാണെങ്കിലും ശരി. അതേസമയത്ത് നമുക്ക് കിട്ടിയതോ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, നേതൃസ്ഥാനത്ത് വരേണ്ടത് ഖുറൈശികളാണ്. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാ ഇത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബമാണ് ഈ വന്ന ഖുറൈശി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് നമുക്ക് നേതൃസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാ? ഒരു നേതാവ് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ വേഷം, വിധാനം, പ്രവർത്തനമാണെന്ന് നോക്കണ്ട. ആ മഹാനുഭാവൻ ഹക്കിന് വേണ്ടി നമുക്ക് കാദിയായി വന്ന നമ്മൾ അംഗീകരിക്കണം. മുഖൌഖിസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഉബാദത്തുബ്നു സ്വാമിത്ത് റളിയല്ലാഹു തആല പറഞ്ഞയച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതി കാന അസ്വദൽ ലൗൻ, കറുത്ത മനുഷ്യനായിരുന്നു. കറുത്ത മനുഷ്യനായപ്പോ എന്തിനാണ് ഇയാളെ പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. കൈഫ യകൂനുൽ അസ്വദു അഫ്ളലഹും, എങ്ങനെയാണ് ഒരു കറുത്ത ആൾ ഇത്ര വലിയ ശ്രേഷ്ഠനായി കടന്നു വരല്? അതിന് മറുപടിയായി മുസ്ലിങ്ങൾ പറഞ്ഞു ഇന്നഹാദാ അഫ്ളലുനാ റഅയം വ ഇൽമാ. അത് നോക്കിയാൽ മതി. ഇന്നഹാദാ അഫ്ളലുനാ റഅയം വ ഇൽമാ, നല്ല കാഴ്ചപ്പാട്, നല്ല വിവരമുള്ളവനാണ് ഞങ്ങളുടെ നേതാവ്. പട്ടിക്കാട് കോളേജിൽ ബിരുദമെടുത്തൊരു മഹാപണ്ഡിതൻ, വലിയ കറാമത്തിനുടമായ ഒരു പണ്ഡിതന്റെ പരമ്പര ജനിച്ച മഹാൻ, കവായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മുദരിസായ ഇൽമിന്റെ കേദാരമായ ഒരു പണ്ഡിതന്റെ മകൻ, പാണക്കാട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മഹദിയുടെ പ്രിയപ്പെട്ട മകൻ, 2 പതിറ്റാണ്ട് കാലത്തെ പണ്ഡിതർസി പാരമ്പര്യമുള്ള മഹാൻ, കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഓർക്കണം. നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനമല്ലേ കേരളീയ മുസ്ലിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കാദിയായി വന്ന സമസ്തയുടെ സമാന്തരത്തിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന ആ വ്യക്തി ആരാവട്ടെ, എനിക്ക് അദ്ദേഹത്തോടൊരു വിദ്വേഷവുമില്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നും ഒന്ന് വിലയിരുത്തി നോക്ക്. നിങ്ങൾ ഓരോന്നും കൊണ്ട് വിലയിരുത്തിയാൽ മതി. അവർ ഈ സമൂഹത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ചെയ്ത ഓരോ പ്രവർത്തനം നോക്ക്.
നമ്മൾ നിന്ന പക്ഷമാണോ ശരി, അവർ നിന്ന പക്ഷമാണോ ശരി? ഞാൻ ആക്ഷേപിക്കുന്നൊന്നുമില്ല. കാര്യത്തിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കി ഈ സമൂഹം ശരിക്കും സമത്തിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകില്ലായിരുന്നു. ഈ സമത്തെ ഈ കേരളത്തിൽ 9,000 പേരെ മദ്രസ ഉണ്ടാക്കി, 10 ലക്ഷം കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പൊ 12 ലക്ഷമായി 1 ലക്ഷം മുഅല്ലിമീങ്ങളുണ്ട്. നമ്മളിങ്ങനെ ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായാന്തരങ്ങളും ഇല്ലല്ലോ. പണ്ട് സമത്തിൽ 2 അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, 1965-ലും 67-ലും. ഒന്ന് മൈക്കിൽ കുത്തുബോധാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുത്തപ്പോഴും ആ 2 അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ച് നമ്മുടെ കേരളത്തിൽ സുന്ദരമായി സമത്വ മുന്നോട്ട് പോയി. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സമയത്ത് ആരാണ് ഭൗതിക രാഷ്ട്രീയത്തെ സമത്വയിലേക്ക് വലിച്ചുകൊണ്ടുവന്നത്? ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഈ സമത്വയുടെ പേരുപയോഗിച്ചുകൊണ്ട് തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമുള്ള രംഗം ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾ മനസ്സിൽ എഴുതി വെച്ചൊന്ന് പഠിക്കു വിട്ടു പോയിട്ട്. എന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ആരാണ് മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയം മതസംഘടനയിലേക്ക് വലിച്ചുകൊണ്ടുവന്നത്? എന്റെ ഒരു ചോദ്യം. അതിനെന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ വഴിക്ക് പോകുന്നു, മതപ്രവർത്തനം അതിന്റെ വഴിക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ആഹ്വാനം ചെയ്തും കേരളത്തിലെ മുസ്ലിങ്ങളൊരു ഭിന്ന വീക്ഷണം ഉണ്ടാക്കിയത് ആരാ? നിങ്ങൾ ചിന്തിക്കുക. 2, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ ഖാദിമാരെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും ശരി ഖാദിമാരെ അംഗീകരിക്കും. അഹമ്മദ് കോയ ശാരിയാത്തി തങ്ങൾ ഇവിടെ ജീവിച്ച മഹാനല്ലേ? ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അന്ന് ഇവിടെ ഖാദിമാരെ മഖ്ദൂമികളുണ്ടല്ലോ, അദ്ദേഹം അവരെ അംഗീകരിച്ചില്ലേ? ഞാൻ വലിയ ആളാന്ന് വിചാരിച്ച് അദ്ദേഹം ഖാദിയാകാമെന്നോ ഇല്ല. എന്താ കാരണം? അതാണ് മനുഷ്യ പാരമ്പര്യം, പണ്ഡിതന്റെ വിനയം. എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും ഇപ്പൊ കോഴിക്കോട്ട് അഹമ്മദ് ശിഹാബുദ്ദീൻ ബിച്ചി പോയത്തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവരൽ ഖാദിയായിരിക്കുന്ന സമയത്ത് പിന്നെ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പുതിയ ഖാദിയെ നിയമിക്കേണ്ട കാര്യം എന്താ? അഖിലുൽ ഹല്ലി വൽ അഖദ് നിയമിക്കേണ്ട ഖാദിയെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ? മലപ്പുറത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിനാ പുതിയ ഖാദിയെ നിങ്ങൾ വെച്ചത്? ഈ സമൂഹത്തോട് മറുപടി പറ. പാണക്കാട്ട് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മലപ്പുറത്ത് എന്തിനാ ഒരു പുതിയ ഖാദി വന്നത്? ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഖാദിയെ കുട്ടിക്കളിയാക്കിയതാരാ? ഗ്രാമങ്ങളിൽ ജനങ്ങൾ അഖിലുൽ ഹല്ലി വൽ അഖദ് കൂടി തീരുമാനിച്ച ഖാദിക്ക് പുറമെ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുക പോലെ ഖാദിയെ തെരഞ്ഞെടുക്കാമോ? ആ ഒരു പുതിയ ഏർപ്പാട് കേരളത്തിൽ ഉണ്ടാക്കിയത്. ഖാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാക്കിമ. ഒന്നിലധികം ഹാക്കിമിനെ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചതാരാ പറ? ആ ഖാദിമാരെ വെച്ച ഉടനെ നമ്മുടെ സംഭവിച്ച എന്താ? മാസപ്പിറവി വിവാദമുണ്ടാക്കി. ഈ ഉമ്മത്ത് ശരിക്ക് പണ്ട് മുതലേ നമ്മളൊക്കെ കോഴിക്കോട് ഖാദി മാസം ഉറപ്പിച്ചാൽ നമ്മൾ ഉറപ്പിക്കും, പാണക്കാട്ട് തങ്ങൾ മാസം ഉറപ്പിച്ചാൽ ഉറപ്പിക്കും. ഇവര് 2 പേരും കൂടിയാലോചിച്ച് മാസം ഉറപ്പിക്കും. ആ മാസം ഉറപ്പിക്കുന്ന പ്രവർത്തനത്തെ കടന്നുകയറി അത് ഞങ്ങൾ പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ 2 ആളും പണ്ഡിതന്മാരായിരുന്നില്ലേ? കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചി തങ്ങൾ ആലിമായിരുന്നില്ലേ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അസ്ഹറിന്റെ ബിരുദമെടുത്ത ആലിമായിരുന്നില്ലേ? ആ 2 ആലിമീങ്ങളാകുന്ന ഖാദിമാരും സയ്യിദന്മാരും കൂടിയാകുമ്പോ ആലിമീങ്ങളാണ് മാസം ഉറപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ നിങ്ങൾ മാസം ഉറപ്പിക്കുന്ന മാസപ്പുറ വിവാദം ഉണ്ടാക്കിയത്? ഈ ഉമ്മത്തിനോട് മറുപടി പറയണ്ടേ? ഒരുമിച്ച് നിൽക്കുന്ന ഉമ്മത്തിൽ ഈ ഭിന്നത ഉണ്ടാക്കിയതാരാ? ഈ ഉമ്മത്ത് ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യേണ്ട വിഷയം, ഒരു വട്ടമേശക്ക് മുമ്പിൽ തീർക്കേണ്ട വിഷയം സമൂഹത്തിന് കടിച്ചു കീറായിട്ട് കൊടുത്തതാരാ? അതാണ് ത്വലാഖ് സംവാദം. മലപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുന്ന പ്രശ്നം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഒരു ഫത്വ കൊടുത്തു. അദ്ദേഹം എന്ന രോഗിയാണ്, പടച്ച റബ്ബേ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ തമ്പുരാനെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ആ ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ പൊതുജന മധ്യത്തിൽ പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തപ്പെട്ട വിധം ആകെ കടിച്ചു കീറാൻ അവസരമുണ്ടാക്കി കൊടുത്താരാ? സത്യത്തിൽ അയാൾ ചോദിച്ച ചോദ്യത്തിന് ഉസ്താദ് കൊടുത്ത മറുപടി, ആ മറുപടി കൃത്യമാണെന്ന് പണ്ഡിത ലോകം പറയുന്നു. ഇവർക്ക് എന്തേ അതിൽ ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കാൻ? സമത്തെ കൊച്ചാക്കാൻ വേണ്ടി മസല കൊണ്ട് കളിക്കണമായിരുന്നോ? അത് കഴിഞ്ഞു. ഈ കേരളത്തിലെ മുസ്ലിങ്ങളാകുന്ന കുട്ടികൾ മുഴുവൻ മദ്രസയിൽ പഠിച്ചത് നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ പ്രതി തിരുരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും ഒക്കെ അച്ചടിച്ചതാ. അത് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസ്മുൽ ഉസ്മാനി വിവാദമുണ്ടാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവര് പഠിച്ചതും ഇവർ ഉപ്പാപ്പ പഠിച്ചതും ഈ സിലബസ്. എന്നിട്ട് അവര് പറഞ്ഞു റസ്മുൽ ഉസ്മാനിയാണ് വേണ്ടത്, ഈ മുസഹഫ് ചുട്ടുകരിക്കണം. വിവാദമുണ്ടാക്കിയതാരാ? എന്തിനാ ഈ വിവാദം സമൂഹത്തിലുണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തലവേദന നമ്മുടെ ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കാലങ്ങൾ പ്രവർത്തിച്ചിട്ട് 90 കൊല്ലത്തെ പാരമ്പര്യത്തിലുണ്ടാക്കിയോ? ഒന്ന് പറ. ഈ 90 കൊല്ലത്തെ പാരമ്പര്യത്തിനടുത്ത് സമത്വ ഒരു തലവേദന നിങ്ങൾക്ക് ഉണ്ടാക്കിയോ? ഇവര് മാസപ്പിറവി ഉണ്ടാക്കി, ഖാദിമാരെ നിയമിച്ചു, രാഷ്ട്രീയം കളിച്ചു, ത്വലാഖ് പ്രശ്നമുണ്ടാക്കി, റസ്മുൽ ഉസ്മാനി പ്രശ്നമുണ്ടാക്കി. ഇനി ഇവർക്ക് വല്ല ആദർശമുണ്ടോ? ആദർശമുള്ളവർ കുവൈത്തിൽ പോയി കരാറുപ്പെടുക. കുവൈത്തിൽ പോയി വിദേശത്തുകാരോട് കരാറുപ്പെടേണ്ട ഗതികേടെന്തിനാ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരോട് വല്ല കരാർ ഒപ്പിടേണ്ട കാര്യമുണ്ടോ? പണം കിട്ടാൻ വേണ്ടി കരാർ ഒപ്പിട്ട് കൊടുത്തു. ആരാ വിദേശത്ത് പോയി 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത്? സമത്വയുടെ ഒരു ആലിമിനെ കുറിച്ച് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ. വിദേശത്ത് പോയിട്ട് പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളിയിലെ ഖുത്ബ ഓതിയതാരാ? സമത്വയുടെ ഒരു നേതാവിനെ കുറിച്ച് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ. എന്ത് ആദർശമാണ് ഇവർക്കുള്ളത്? പറ.
ഇനി ചൂഷണത്തിന്റെ മേഖലയിൽ ഇവർ ഏറ്റവും മുമ്പിലല്ലേ? നമ്മൾ ആരെങ്കിലും ചൂഷണം ചെയ്തോ? ഒരു 5 നയാ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് അന്യായമായി SYSO, SKSFO, സമത്വയോ, ജമിയത്തുൽ മുഅല്ലിമീനോ, SPVയോ, SKSFO വാങ്ങിയോ? നിങ്ങൾ പറ. നേരെ മറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശം എന്ന് പറഞ്ഞ് ഒന്ന് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ മുഴുവൻ അത് പരിചയപ്പെടുത്തി കൊടുത്തു. ചർവിത ചർവണമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ കൊണ്ടുവന്ന ആള് തിരുവട്ടൂരിൽ വന്നപ്പോ എന്തേ തിരിഞ്ഞു നോക്കാതിരുന്നത്? കൊടുത്തത് അവിടെ നിന്നാണ് വ്യക്തമായതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഈ നാടകം കളിച്ച് ഉമ്മത്തിന്റെ പണം പിടുങ്ങി? തന്നെയുമല്ല, ചാലിയത്തടക്കം കവറുകളിൽ എഴുതി വെച്ചത് തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം, 40 കോടിയുടെ പള്ളി, പിരിവ് കഴിഞ്ഞു, പണം കിട്ടി, പള്ളി എവിടെ? സമൂഹത്തോട് മറുപടി എവിടെ? സമത്വയോട് അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിക്കില്ലല്ലോ. ദേവഗൌഡ വന്ന് കോഴിക്കോട്ട് തറക്കല്ലിട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെ? ദുനിയാവിലില്ലല്ലോ. നിങ്ങൾ പണം പിരിച്ച് കമാലിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി തൃശ്ശൂരിൽ എവിടെ? കമാലിയ മെഡിക്കൽ കോളേജ് വിറ്റ് കാശാക്കിയില്ലേ? സ്വന്തം സ്ഥാപനം കോംപ്ലക്സ് പണയം വെച്ച് ബാങ്കിൽ നിന്ന് കടമെടുത്തില്ലേ പണം? രേഖ ഹാജരാക്കിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലൊരു മറുപടി. ഇവരോട് എന്തെങ്കിലും വെച്ചാൽ കൃത്യമായ മറുപടി ഉണ്ടാവില്ല. ഇവർ അണികൾക്ക് കൃത്യമായ മറുപടി വേണമെന്നില്ല. ജാലിയൻവാല ഫാത്തിയോദ്യമാർ എന്തിനൊന്ന് കാട്ടിക്കൂട്ടിയാൽ മതി, എത്ര ആവശ്യം. എന്താണ് പറഞ്ഞത് തിരിയേണ്ട കാര്യമില്ല. ആ രീതിയിൽ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. ഈ മുടി വധ കത്തി നിൽക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഡേവിഡ് സ്റ്റാർ ഉള്ള ചട്ടി. ഡേവിഡ് സ്റ്റാർ അതിന്മേൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തിരിച്ചു കൊടുത്തില്ലേ നിങ്ങൾ? സമുദായം പറഞ്ഞപ്പോ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ അവസാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടിക്ക് നിഴലുണ്ട് എന്ന് വരെ വരുത്തി തീർക്കുന്ന അവസ്ഥാവിശേഷമാണ്. അതുവരെ പറഞ്ഞു. താരീഖിൽ മുഴുവൻ പറയുന്നു പരിശുദ്ധ ഹബീബിന്റെ മുടിക്ക് നിഴലില്ല. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ കുറിച്ച് മനോഹരമായി എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസുമൊക്കെ പരിശുദ്ധ ഹബീബിന് നിഴലില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഒരു സംഗതിക്കുന്നാലില്ല. അത്ര കൃത്യമായി ഹദീസിന്റെ കിതാബുകൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് പിന്നെന്തിനാ സംശയം? മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിങ്ങളുണ്ടോ? ഈ പൊതുധാര കൈകാര്യം ചെയ്ത് ഒരുപാട് വിഷയം കഴിഞ്ഞ പോലെ ബാബരി മസ്ജിദ് പ്രശ്നം കത്തിജ്വലിച്ചല്ലോ. ഇവിടെ 90കളിൽ ബാബരി മസ്ജിദ് പ്രശ്നം കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ബാബരി പള്ളി പ്രശ്നമല്ല, പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം. അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മളൊക്കെ ആ പ്രശ്നം കേട്ടതാണ്. പാലപ്പറ്റ പള്ളി പ്രശ്നം എടുത്തുദ്ധരിച്ചതാണ്. എന്താ? കാരണം ഒരു പ്രദേശത്തെ പ്രാദേശിക തർക്കത്തിരിക്കുന്ന പള്ളിയാണ് ബാബരി പള്ളിയേക്കാൾ പ്രശ്നമെന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞു. മതസ്ഥാപന ദുരുപയോഗ ബില്ല് കൊണ്ടുവന്നു കേന്ദ്രമന്ത്രി ബൂട്ടാ സിംഗ്. പള്ളിയിലൊരു ഉസ്താദ് പ്രസംഗിച്ചാൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ടായിരുന്നു. ആ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് വെച്ചുകൊണ്ട് ആ വകുപ്പ് നടപ്പാക്കുന്നതിനെതിരെ സമൂഹം പ്രതികരിച്ചു. ഇവരിവരെ പത്രത്തിൽ എഴുതി. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. മതസ്ഥാപന ദുരുപയോഗ ബില്ലിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായിരുന്നപ്പോൾ ഒരു തെറിച്ചു. ഈ കേരളത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഈ വിദ്യാസമ്പന്നരാകുന്ന കുട്ടികളിൽ നിരീശ്വരത്വം കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ കൂട്ടായ്മ രൂപീകരിച്ച് കോഴിക്കോട്ട് ഇവരെ വിളിച്ചിട്ട് വന്നില്ല. ഇവരാ കൂട്ടായ്മക്ക് തയ്യാറായില്ല. ഇവരാ കൂട്ടായ്മക്ക് വന്നില്ല. അവരതിനു വേണ്ടി ഉപയോഗിച്ചില്ല. മാത്രമല്ല, സ്വന്തം സ്ഥാപനത്തിലേക്ക് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റുകളുടെ നേതാവിനെ സൽക്കരിച്ചതാരാ? മുസ്ലിം പാരമ്പര്യമാണോ അത്? ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, മുസ്ലിം ജമാഅത്ത്. ഇത് ചാലിയ മുസ്ലിം ജമാഅത്താ. ഇവിടെ ഒരു ചാലിയ മുസ്ലിം ജമാഅത്തുള്ളപ്പോ വേറൊരു ചാലിയ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കാൻ വകുപ്പില്ല. ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. പക്ഷെ ഇനി പറ്റില്ല. എന്താ കാരണം? കേരള മുസ്ലിം ജമാഅത്ത് വന്നു. ഇനി നിങ്ങൾക്ക് അവരുണ്ടാക്കും, ഓരോ മഹലിലും ഉണ്ടാക്കും അവിടുത്തെ മുസ്ലിം ജമാഅത്ത്. ചാലിയ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കും, കരുവന്തിരുത്തി മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കും, ഫറോക്ക് മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കും, റസീറ്റ് അടിക്കും, പിരിക്കും. ഇവർക്ക് അതെല്ലാം ആവശ്യമുള്ളൂ. സമത്വം ഇപ്പുറത്ത് പറഞ്ഞ് സമത്വയുടെ പേര് പറഞ്ഞ് പിരിക്കും പോലെ മഹല്ല് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് ഗൾഫിലും പിരിക്കും. ഒരു ചാലിയ മുസ്ലിം ജമാഅത്ത് അവരുണ്ടാക്കിയാൽ നമുക്ക് തടുക്കാൻ പറ്റുമോ? കാരണം കേരള മുസ്ലിം ജമാഅത്തിന്റെ ബാക്കിയല്ലേ. അതിനാണ് തന്ത്രം. ഏതോ തന്ത്രമുള്ളവന്റെ തലയിൽ വിരിച്ചെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും ഗൗരവമുള്ള സംഗതി ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കല. ഭിന്നത ഇസ്ലാം വളരെ ഗൗരവത്തോടെ കാണുന്നു. മസ്ജിദുൽ ദിറാർ ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശുദ്ധ ദീൻ എന്തുകൊണ്ട് കൽപ്പിച്ചു? അത് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് നമ്മൾ എവിടെ നിൽക്കണം എന്നതിന്റെ പടച്ചറബ് നമുക്ക് തന്ന സോദാഹരണമുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്ക് ശരിക്കും ദലീലുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഓരോന്നെടുത്ത് നോക്ക് നിങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരു പ്രകോപനമോ ഒരു സാമ്പത്തികമായ നീക്കങ്ങളോ അതല്ലെങ്കിൽ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ പണപ്പളപ്പോ നിങ്ങളെ സ്വാധീനിക്കേണ്ടതില്ല. നമ്മളെ നയിച്ച മഹാന്മാരായ നേതാക്കൾ ഏറ്റവും കൂടുതൽ
അഭിപ്രായ വ്യത്യാസം ഈ സമൂഹത്തിൽ ശംസുൽ ഉലമയെ കുറിച്ചല്ലേ ഇവരുണ്ടാക്കിയത്? ശംസുൽ ഉലമ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാ പോയത്? ശംസുൽ ഉലമ എങ്ങനെയാ പോയത്? ഒറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒന്ന് കെലിമ ചൊല്ലിക്കൊണ്ട് ഉറക്കെ അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, നമ്മൾ ഏത് പ്രവർത്തനത്തിനാണോ ഉള്ളത് അതുപോലെ മരിക്കും. തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ ജീവിക്കും പോലെയാണ് നിങ്ങൾ മരണം വരിക. മറ്റൊരു ഹദീസിൽ പറയുന്നു, നമൂതു അലാ മാ നഹിയാ വനുബഅതു അലാ മാ നഹിയാ, നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതുമൊക്കെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടിയായി പടച്ചറപ്പ് ആശുപത്രിയിൽ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഉറക്ക ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅദ്ദിനിന്റെ ബാങ്കിന് ശരിക്കും മറുപടി പറഞ്ഞുകൊണ്ട് കെലിമ ചൊല്ലി മരിച്ചുപോയ ബഹുമാനപ്പെട്ടവർ, എന്താ സംശയം നമുക്ക്? അവിടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? തന്നെയുമല്ല, മഹാൻ വഴിപഴച്ചോ ഇല്ലയോ എന്ന് പിൽക്കാലത്ത് സമൂഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി സമത്തയുടെ ബാനി ഹദറത്താകുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ഖബർസ്ഥാൻ ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങാൻ ശംസുൽ ഉലമക്ക് പടച്ചറപ്പ് അവസരം കൊടുത്തു. അതിനുവേണ്ടി മാത്രം ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ ബഹുമാനപ്പെട്ട സമത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി. അസ്ഹരി തങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞപ്പോ ശൈഖുന പറഞ്ഞു, എന്റെ ഖബർ എവിടെയാകണം? നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മണിമുറ്റത്ത് ഖബറൊരുക്കാൻ അവർ റെഡിയായതാണ്. അങ്ങോട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ മക്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ശൈഖുന എപ്പോഴും ജുമഅക്ക് വന്നു ചേരുന്ന, ശൈഖുനാക്ക് എപ്പോഴും ആത്മീയ ബന്ധമുള്ള അലാവുദ്ദീൻ ഹിംസി തങ്ങളുടെ അപ്പവാണിമ നേർച്ചു നടക്കുന്ന പള്ളിക്ക് മുമ്പിൽ ഒരു ഖബറൊരുങ്ങിയതാണ്. തയ്യാറാണ് കമ്മിറ്റിക്കാർ, രണ്ടും ഒരു കമ്മിറ്റിയല്ലേ? അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ചാൻസ് ഉള്ളത് ശൈഖുനാന്റെ വീട്ടുമുറ്റത്തൊരു ഖബർ, 12,000 ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർക്ക് വന്ന് സിയാറത്ത് ചെയ്യാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു ഖബർ വന്നാൽ ആ കുടുംബത്തിനൊരു വരുമാനം പോലുമാകും. അങ്ങനെ ചിന്തിച്ചു പലരും. പക്ഷേ അതൊക്കെ ശൈഖുന തകർത്തു. ഒരാളും പ്രതീക്ഷിക്കാതെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ ഖബർ വരക്കൽ മക്കാമിലായിരിക്കണം. ചിന്തിക്കാൻ കഴിയാത്ത പ്രഖ്യാപനം. ആ മക്കാമ് വരക്കെടുത്ത് എന്തിനാ? അത് പടച്ചിറപ്പ് കൊടുത്ത ഇൽഹാമാണ്. ആ മഹാൻ ആദർശത്തിൽ നിന്ന് വഴിപടച്ചു പോയി എന്ന് മരണം വരെ പ്രചരിപ്പിച്ചു പലരും. മരിച്ചപ്പോ ചിലരൊക്കെ മാറ്റിപ്പറഞ്ഞുവെങ്കിലും ആ മഹാനുഭാവൻ മരിക്കുന്നത് 96-ലാണ്. 89-ലല്ലേ സമത്തയിൽ നിന്ന് അവർ പോകുന്നത്. 89-ൽ അവരെ മാറ്റി നിർത്തിയപ്പോ എന്തേ കണ്ണിയത്തിന്റെയും ശംസുലമയുടെയും മുമ്പിൽ വന്ന് മാപ്പ് പറയാതെ അവരെ രണ്ടുപേരെയും പുറത്താക്കി, പുതിയ സംഘടനയുണ്ടാക്കി. എന്തിനെ അവരെ പുറത്താക്കിയത്? സമത്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ഭൗതിക കോടതിയിൽ പോയതിന്. സമത്തന്റെ പ്രവർത്തനം നിർത്തിവെക്കണം. ഒന്ന്, നേതാക്കളിൽ വിശ്വാസമില്ല. 2, ആരാ നേതാവ്? റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആരാണത്? ഒന്ന് പോയി നോക്ക് നിങ്ങൾ. വെളിപ്പാടകല ചെറുമുറ്റത്ത്. എവിടെയാ ചെറുമുറ്റം? പുളിക്കല്. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താ ചെറുമുറ്റം. മഴ കിട്ടാതെ ജനങ്ങൾ വിഷമിച്ച സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കാൻ കണ്ണിയത്ത് ഉസ്താദ് ദ്വാരന്നു. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് ഫഅാലുൽ ലിമാ യുരീദുൽ അർശുൽ മജീദ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ സ്ഖിനൽ ഉയ്ത വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ആൾക്കാരൊക്കെ ദുആ കഴിഞ്ഞ് എഴുന്നേറ്റു. കണ്ണിയത്തിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ അന്നെ കണ്ട ദുആ ചെയ്തതാണ് മഴക്ക്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂലാന്ന്. മഴ തരാതെ എഴുന്നേൽക്കൂല. ആൾക്കാരൊക്കെ ബേജാറായി. പോയവരൊക്കെ തിരിച്ചു വന്നിരുന്നു. കണ്ണിയത്ത് എഴുന്നേൽക്കില്ല, നമ്മൾ എഴുന്നേൽക്കണ്ട. ഒരു 5 മിനിറ്റ് മിണ്ടാതെ എല്ലാവരും ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വന്നിട്ട് വമ്പിച്ചൊരു മഴ തകർത്ത് പെയ്തു. ചുറ്റുപാട് എവിടെയും മഴയില്ല. ആ മഴ നനഞ്ഞ കാരണവന്മാർ ഇന്നും ചെറുമുറ്റത്തുണ്ട്. പടച്ചോനെ, നീ മഴ തരാതെ അഹമ്മദ് എഴുന്നേൽക്കൂല. അതൊരു വാക്കാ. ആർക്കാ പറയാൻ ധൈര്യം? അങ്ങനെ ആർക്കാ അങ്ങനെ പറയാൻ ധൈര്യം? അല്ലാഹുവിന്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിൽ ആണയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ പടച്ചവനെ നടപ്പാക്കി കൊടുക്കുന്ന ചില മനുഷ്യന്മാരുടെ ഭൂമിയിൽ. അത് പെട്ട ഒന്നാമത്തെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് മരിക്കണ 93-ലാണ്. എന്തേ ആ പ്രസിഡന്റ് കുഴപ്പം? ആ പ്രസിഡന്റിൽ വിശ്വാസമില്ല എന്നല്ലേ കോടതിയിൽ എഴുതി കൊടുത്തത്? ആ പ്രസിഡന്റിൽ വിശ്വാസമില്ല, ആ സംഘടനയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. ഇത് ശരിയാണോ? എന്റെ ദൂരം കേൾക്കുന്ന ചെറുപ്പക്കാരൊന്ന് മനസ്സിലാക്കി. ശത്രുതാപൂർവ്വം പെരുമാറുന്ന ആൾക്കാർ മനസ്സിലാക്കി. ഗ്രൗണ്ടിൽ സമ്മേളനം നടത്തൂല എന്ന് പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കി. എല്ലാവരും ശരിക്കും ചിന്തിച്ചോ? ശരിക്കും ആ മഹാനുഭാവനെ മാറ്റി നിർത്തിയത് 93-ലാണ് അദ്ദേഹം മരിക്കുന്നത്. സമസ്തക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തപ്പോഴേ ആ മഹാൻ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോനെ സമസ്തക്കെതിരെ കേസ് കൊടുത്തു, ഇങ്ങനെ ദീൻ നടത്തുക. ഹൈദരസൂലിയുടെ മുമ്പിലും മാനുസ്ലാം മുന്നിൽ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ. ജീവിതത്തിൽ സ്വകാര്യമായി കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സമസ്തക്ക് വേണ്ടി കണ്ണിയത്ത് കരഞ്ഞതല്ല. ആ കണ്ണിയത്തിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴ്ത്താൻ നിങ്ങൾ കേസ് കാരണമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലം കണ്ടിട്ടുണ്ട്.
ഇവിടെ പല ആളുകളെ കുറിച്ചും മരണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുണ്ടാവും. മരിച്ചാൽ പിന്നെ പറയാൻ പറ്റുമല്ലോ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. നേരെ മറിച്ച് ശംസുലമ മരിച്ചിട്ട് കബറെവിടെയാ? വരക്കല മക്കാമുല. കബറിങ്ങനെ കിടക്കുമ്പോൾ ഏത് മനുഷ്യനും ഒരു നക്കിളിയായ ദലീല് തിരിയാത്ത മനുഷ്യനെ അക്കിലിയായ ദലീലാണ് എന്ത് മുല്ലക്കോയത്തങ്ങളെ സമത്തുണ്ടാക്കി ശംസുലമ പാതയില ഏത് കാലത്ത് വരുന്നവനും അത് ബോധിക്കും. ഇങ്ങനൊരു അഭിപ്രായത്തെ അവിടെ ഇല്ല. അങ്ങനെ എന്ത് പറഞ്ഞു നടന്നിട്ടും കാര്യമില്ല. അവിടെയാണ് സമത്തുള്ളത്. വാണി ഹദറത്ത് കാലിന്റെ ചുവട്ടിൽ വിളിച്ചു കിടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശംസുലമയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞതാരെ മാനു മുസ്ലിയാർ. അദ്ദേഹമാണ് വലിയ കുഴപ്പക്കാരെന്ന് പറഞ്ഞ മാനു മുസ്ലിയാർ എങ്ങനെ മരിച്ചങ്ങളെ കണ്ടല്ലേ? ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ കോഴിക്കോട് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തിൽ, ഏതാ ജമിയത്തുൽ മുഅല്ലിമീൻ? വിദ്യാഭ്യാസ ബോർഡിന്റെ ബാക്കി അദ്ദേഹമാണ് ആ സംഘത്തെ ഊട്ടി വളർത്തി വലുതാക്കിയത്. ആ മുഅല്ലിങ്ങൾ 1,00,000 വരുന്ന മുഅല്ലിങ്ങളുടെ സമ്മേളനം കോഴിക്കോട്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം പുറപ്പെടുമ്പോൾ ഒരു സംഭവമുണ്ട്. വാക്കോട് മൊയ്തീൻകുട്ടി വൈസി പറഞ്ഞു, വീട്ടിൽ നിന്ന് മകളോട് ഒരു മുണ്ട് ചോദിച്ചു, തോർത്ത്. മകള് പറഞ്ഞു, പച്ച ഉള്ളിയല്ലേ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ സമ്മേളനത്തിന് പോകുമ്പോൾ ഞങ്ങളെന്താ അങ്ങനെ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതെടുത്തോ, കാര്യം ഉണ്ടാവും. ഒരു നല്ല പുതിയ തോർത്തമുണ്ട് മകൾ കൊടുത്തത് കാറിന്റെ മുമ്പിൽ അവിടെ വെച്ചു. മാനുസേ രണ്ടാമുണ്ട് എടുക്കാറില്ല. നേരെ ചാപ്പനങ്ങാടി വന്ന് സിയാർത്ത് ചെയ്തു. സിയാർത്ത് കഴിഞ്ഞ് നേരെ പോന്നു ഇങ്ങോട്ട് കോഴിക്കോട്ട് വന്നു. സമ്മേളനം ആരംഭിച്ചു. അതിന്റെ അല്പം അസ്വാസ്ഥ്യം വന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല. യോഗത്തിന് കയറി സമ്മേളനം മുഴുവൻ ശരിക്കും നോക്കിക്കണ്ടു. ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ മഹാനുഭാവൻ സമ്മേളനം മുഴുവൻ നോക്കിക്കണ്ടു. അവിടുത്തെ പ്രധാന പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള മുഖ്യാതിഥി അടക്കമുള്ള തങ്ങളടക്കമുള്ള എല്ലാം കഴിഞ്ഞു. ആകെ 2 പ്രസംഗമാക്കി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി, ഒന്ന് ഞാൻ. ആളുകളൊക്കെ ഇരിപ്പുണ്ട്. ആ പ്രസംഗം നടന്നില്ലെങ്കിലൊന്നും വരാൻ പോണില്ല. എന്നാൽ ആളുകളെ ഒരുക്കി നിർത്തിയിട്ട് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. പുറത്തിറങ്ങി. നേരത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആംബുലൻസ് എടുത്തു. ആംബുലൻസിലേക്ക് കിടന്ന് ഉറക്കെ കെലിമ ചൊല്ലി വെള്ളം കുടിച്ചു. ഒന്നുകൂടി കെലിമയില്ല, ഈ വെപ്പുപല്ല് എടുത്തു കൊടുത്തു. ആശുപത്രിയിലേക്ക് പോകുമ്പോഴേക്കും മരിച്ചു. കെലിമ ഉറക്കെ ചെല്ലുന്നത് ജനങ്ങളൊക്കെ കണ്ടു. ശരിക്ക് കെലിമ ചൊല്ലുന്നത് ശരിക്ക് കേട്ടു. ആ മയ്യത്ത് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് സമത്വ ഓഫീസിൽ വന്നൊന്നും സുപ്രഭാതമില്ല, സൗകര്യമില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ കയ്യുമോ കിട്ടാൻ ശീല പോലുമില്ല. കഫംപുടമൊക്കെ വേണമെങ്കിൽ ഇത് പള്ളി ആശ്രയിക്കാൻ, കടകളൊക്കെ അടിച്ച് എവിടെ തോർത്തമുണ്ട് കിട്ടുക? അപ്പോഴാണ് കാറിൽ ഒരു പുതിയ തോർത്തമുണ്ട് കണ്ടോ. നേരത്തെ ഒരുക്കി വെച്ച തോർത്തമുണ്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് ഏർപ്പാടുണ്ടാക്കി. നഗരിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് പ്രഖ്യാപിച്ചു, നമ്മുടെ മാനു മുസ്ലിയാർ വഫാത്തായി. ഇന്നാലില്ലാഹ്. കേരളത്തിലെ ഏറ്റവും വലിയ സൂഫി വരിൻ അത്തിപ്പറ്റ ഉസ്താദ് തഹ്ലീൽ ചെല്ലാൻ തുടങ്ങി. ആ മയ്യത്ത് നേരെ കൊണ്ടുവന്ന് വെച്ചു ആ ഗ്രൗണ്ടിലേക്ക്. ഒരു നിമിഷം ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചോട്ടെ, ആരോപണ വിധേയനായ ഒരു മനുഷ്യനെ പടച്ചിറപ്പ് കൊണ്ടുപോകുന്ന രംഗം നോക്കുക. സമ്മേളനം തുടങ്ങുമ്പോൾ മരിച്ചിരുന്നുവെങ്കിൽ സമ്മേളനം കലങ്ങും. ഈ വന്നവരൊക്കെ നിരാശരാവും. സമ്മേളനത്തിന്റെ മധ്യത്തിൽ വെച്ച് നടന്നാലും സമ്മേളനം വൃത്തികേടാവും. തുടങ്ങുമ്പോൾ മരിച്ച സമ്മേളനം നടക്കൂല, മധ്യത്തിൽ വെച്ച് മരിച്ച സമ്മേളനം വൃത്തികേടാവും. അതേ സമയത്ത് പറ്റ കഴിഞ്ഞിട്ട് പിരിച്ചുവിട്ട് സലാത്തിലേറ്റാണെങ്കിലോ ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ട് തിരിച്ചവർ വരൂല വൈകിട്ട് സ്കരിക്കാൻ. അപ്പൊ ആളുകളൊന്നും പോകാതെ, എന്നാൽ പ്രധാന ഉസ്താദുമാരുടെയും ലക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒന്നും ബാക്കിയില്ല. ഞാൻ പറഞ്ഞു, ഈ 2 പ്രസംഗമല്ലാത്ത വേറൊന്നും ബാക്കിയില്ല. ബാക്കിയൊക്കെ കഴിഞ്ഞു. ആളുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ മരിച്ചു. മയ്യത്ത് സ്കരിക്കാൻ ആളെ ഒരുക്കി കൂട്ടിയിട്ട് നിർത്തി മരിച്ചു. മയ്യത്തിനെ കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾ ഗവൺമെന്റ് എന്നറിയില്ല. ഞങ്ങളൊക്കെ അന്ന് സ്റ്റേജിലിരിക്കുമ്പോൾ അനുഭവിച്ചൊരു പ്രശ്നം, കടലിൽ നിന്ന് കാറ്റടിച്ചിട്ട് മൈക്കിന്റെ പവറിൽ ഇങ്ങനെ കേട്ടിട്ട് ഒരു വിസിൽ ശബ്ദം ഉണ്ടായിരുന്നു. മൈക്കാനോട് ചോദിച്ചത് എന്താ? കടൽക്കാറ്റല്ലേ, നിവൃത്തില്ല. കാറ്റും മണലും. കാറ്റിനടിക്ക് കടലിങ്ങനെ ശോഭിച്ചിട്ട് വലിയ ശബ്ദമാണ് കടൽക്കരയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. അതിന് 2-3 കാരണമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്തിനെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് തക്ബീർ കെട്ടി ഇമാമ് തങ്ങളൊക്കെ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ കടലാണ് ശാന്തായി. ആ മയ്യത്ത് നിസ്കരിച്ച് കഴിയും വരെ അറബിക്കടൽ അനങ്ങിയിട്ടില്ല. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അറബിക്കടൽ ചലിച്ചിട്ടില്ല, ഒരു മണല് പറഞ്ഞിട്ടില്ല, ഒരു ശബ്ദം പോലും ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? നല്ല നല്ല മനുഷ്യന്മാര് മരിക്കുമ്പോ പ്രകൃതി പോലും കരയും. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലില്ലേ ധിക്കാരികളായ ആളുകൾ മരിച്ച ചരിത്രം? ഖുർആൻ പറഞ്ഞ വാക്കോർമ്മയിലേക്കം തറക്കോ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. എത്രയോ അരുവികളും തോട്ടങ്ങളും കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കിയ മഹത്തുക്കൾ മരിച്ചുപോയി. അള്ളാനെ ഓർക്കാതെ ഭൂമുഖത്ത് നടന്ന ആളുകൾ മരിച്ചപ്പോ ഫമാ ബഖത്ത് അലൈഹിമുസ് സമാഉ വൽ അർള്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ നല്ല മനുഷ്യന്മാര് മരിച്ചാൽ പ്രകൃതി പോലും സുജൂദിന്റെ മൗലിക കരയുന്നു. ഈ പ്രകൃതിയിലെ കടൽ കരയും, നിശ്ചലമാകും. അങ്ങനെയാണ് ഈ ഭൂമി തന്നെ നിശ്ചലമാകും. ചിലപ്പോൾ മഹാന്മാര് മരിച്ചാൽ പ്രകൃതി പോലും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കും. അങ്ങനെയാണ് അറബിക്കടലിൽ നിന്നത്. ഇതോർത്തുകൊണ്ടാണ് എന്റെ സുഹൃത്ത് അലവിക്കുട്ടി മൗലവി ആ സ്വപ്പിൽ നിന്ന് കൈയ്യെട്ടി നിന്ന് നിസ്കരിച്ചിട്ട് പിറ്റേ ദിവസം ഒരു കവിത എഴുതിയിട്ട് എന്നെ വിളിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അറബിക്കടലിന്റെ ശാന്തത എന്നെ ചിന്തിപ്പിച്ചു. കവിതന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ വാക്കഥ മാ അഗദ അൽ മൗജ ബഹറുൽ അറബി ഹൈറാന ഇദമാ ജദം ബിഹാരിൽ ബിഇലി അഗ്സാന.
മാ അഗ്ദഅൽ മൗജ ബഹറുൽ അർദ്, അറബിക്കടലിന്റെ തിരമാലകളെ അടക്കി നിർത്തിയത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ഇത് മാജ ദംഉ ബിഹാരിൽ ബീർ, വെള്ളക്കടലാകുന്ന മുഅല്ലിമീങ്ങളുടെ കണ്ണിൽ ഒരു പുതിയ കണ്ണുനീർ കടൽ അലയടിച്ചപ്പോൾ കാലത്തോട് ചോദിക്കുക, കവിത തുടങ്ങുന്നത് എങ്ങനെയാ? മാദാ ജറത മിൻ ദവാഖിദ് ദഹ്രി മുഅലിമതൻ ഫദ്ദഹറു മഅലക ഖദ് അബ്കൈത ഇൻസാനാ. കാലമേ, നിനക്കെന്ത് പറ്റി? നീ ജനങ്ങളെ മുഴുവൻ കരയിപ്പിച്ചല്ലോ. ഫദ്ദഹറു ഖാലലി യശ്ഹമുൽ ഹുമാമുലഹും അമീനു ലജ്നതിഹിം സഈമുഹും ബാനാ. കാലം എന്നോട് പറഞ്ഞു, അവർ അമീനുൽ ലജ്ന, സംഘടനയുടെ ജനറൽ സെക്രട്ടറി മരിച്ചുപോയതിന്റെ ദുഃഖമാണ്. ആ രീതിയിൽ മനോഹരമായ കവിത എഴുതാൻ മാത്രം കടൽ അടങ്ങി നിന്ന സംഭവം ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമല്ലേ? തന്റെ മയ്യത്ത് സ്മരിക്കാൻ ഒരു വലിയ ജനാവലിയെ ഒരുക്കി നിർത്തിയിട്ട് മരിച്ച വലിയൊരു മനുഷ്യൻ, ഒരു പുഴുക്കുത്ത് പോലും അദ്ദേഹം ഒരു യത്തീംഖാന നടത്തിയിട്ടുണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിൽ സാമ്പത്തിക ആരോപണം ഉണ്ടായിട്ടില്ല. ഗൾഫിൽ പോയി നജാത്തിന് ആദ്യം പിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ യോഗത്തിൽ അദ്ദേഹം ഒരു പെട്ടി കൊണ്ടുവന്ന് സാസിൽ വെച്ചു. ആൾ ചെന്ന സ്വന്തമായി അദ്ദേഹത്തിന് കിട്ടിയ പാരിതോഷികങ്ങൾ, ഇതൊക്കെ നജാത്തിന് പോയതുകൊണ്ട് കിട്ടിയത് എനിക്കുള്ളതല്ല, ഇത് യത്തീംഖാനക്കുള്ളതാണ്. വ്യക്തിപരമായി ആളുകൾ കൊടുത്ത സംഭാവന, സാധന സാമഗ്രികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി പോയതുകൊണ്ടല്ലേ കിട്ടിയത്, അതുകൊണ്ട് ഇത് ഇതിനുള്ളതാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പോലും ഉണ്ട്, അങ്ങനെ അന്തരീപിക്കുന്നില്ല. അത്ര ശുദ്ധത കാണിച്ച ഒരു മനുഷ്യനെ ഭൂമുഖത്ത് വേറെ കാണുമോ? ആ മഹാനുഭാവൻ പോയപ്പോ മുഴുവൻ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്തസ്കരിക്കാൻ കരഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇത്ര വലിയ മയ്യത്തസ്കാരം കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ല. കോഴിക്കോട് ബീച്ച് കണ്ടതിൽ വെച്ച് വലിയൊരു മയ്യത്തസ്കാരം. ആ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ പറഞ്ഞു, ഉമർ അലി ശിഹാബ് തങ്ങൾ വാശിക്കാരൻ തങ്ങളാന്ന് പറഞ്ഞു. ആ തങ്ങൾ എങ്ങനെയാ പോയത്? ആ തങ്ങൾ ശരിക്കും സമൂഹത്തിൽ നിന്ന് പോയ സംഗതി നിങ്ങൾക്കറിയില്ലേ? മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന് വെളിയാളം കിട്ടി. തന്റെ വീട്ടിലെ പണിക്കാരനെ കൊണ്ട് പുല്ല് ചെത്തിച്ചു വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത്. അവിടെയാണ് ആളുകൾ നിസ്കരിക്കാൻ നിന്നത്. പണിക്കാരൻ ചോദിച്ചു, എന്തിനാ തങ്ങൾ ഇപ്പൊ തന്നെ ചെത്തുന്നത്? അതുകൊണ്ട് കാര്യമുണ്ടാകുമെന്ന് പറഞ്ഞു. സദർ മുഅല്ലിം വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ, ഞാനാ ചെയ്യേണ്ടതില്ല, ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. വിശദീകരിക്കുന്നില്ല. എന്താ കാരണം? മദ്രസയിലെ വരിസംഖ്യ പിരിപ്പിച്ചു കൊണ്ടു കൊടുത്തതാ. തങ്ങളാ വാങ്ങല്, തങ്ങളാ മുത്തവല്ലി. വരിസംഖ്യൊക്കെ ഓക്കെയാക്കി ഇയാൾ പോവാ. പോയപ്പോ പറഞ്ഞു, അയാൾ വെറുതെ ഒന്ന് പറഞ്ഞത്, തങ്ങളെ പൊതുപരീക്ഷന്റെ പേപ്പർ വന്നിട്ട് നിങ്ങളെ ഒപ്പിടേണ്ടത്, എന്നാ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് സമയമുണ്ട് അതിന്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, തിരക്കായിട്ടില്ല. ഞാനാ ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരുന്ന 2ാം തവണ. അപ്പൊ ഇയാൾ പറഞ്ഞു, തങ്ങളെ മദ്രസ അടച്ചു, ഒന്ന് വ്യാഴാഴ്ച അല്ലേ, നാളെ വെള്ളി മാനസല്ലേ, ഞാൻ വീട്ടിൽ പോവാം, ശനിയാഴ്ച വരുന്നിട്ട് കൊണ്ടുവന്നാൽ പോയെന്ന് വെച്ചു. ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാന്നുള്ളത്. വ്യാഴാഴ്ചയാണ് സംഭവം. അയാൾ 3ാം വട്ടം പറഞ്ഞപ്പോൾ അയാൾ വേഗം പോയി കൊണ്ടുവന്നിട്ട് തങ്ങളെ മുമ്പിൽ വെച്ച് ഒപ്പിട്ടു. തിരിച്ച് മദ്രസയിൽ പോയി. കുറച്ച് നടക്കണം, പാണക്കാട് മദ്രസയ്ക്ക് തങ്ങളെ വീട്ടിൽ പോയി. അവിടെ വെച്ച് തിരിച്ചു വീട്ടിൽ പോയി. വീട്ടിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ ഇയാൾ ചിന്തിച്ചു പഠിച്ചോണ്ട് എന്തിനാ തങ്ങളിനോട് ഇത്ര ധൃതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞത്? വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ മറുപടി എത്തി. രാത്രി 9 മണിയായപ്പോൾ ഫോൺ വന്നു, തങ്ങൾ മരിച്ചിരിക്കുന്നു, ശനിയാഴ്ച ഒപ്പിടാൻ ഞാൻ ഉണ്ടാവൂല, ശനിയാഴ്ച ഒപ്പിടാൻ ഞാൻ ഉണ്ടാവൂല. അതാണ് എന്റെ അർത്ഥം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ താരീഖിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ, മാരക രോഗമൊന്നല്ല, ഇപ്പൊ മരിക്കുന്നോന്ന് തോന്നൂല. ഒരു ദിവസം അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ആ സാധനം കൊണ്ടുപോവാ. ഹലുമി ഹബിയക്കല്ലത്തി ഇസ്തഹബതുക. അപ്പൊ വീട്ടിലാകെ വെച്ച സാധനം എന്താന്ന് വെച്ചാൽ ഒരു ലേശം സുഗന്ധം കൊണ്ടു കൊടുത്തു. ആ സുഗന്ധം കൊണ്ടു കൊടുത്തിട്ട് അതിങ്ങനെ മൊത്തത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അന്തിഹി ഹൗലി, ഈ റൂമിലൊന്നിങ്ങനെ ഒന്ന് വെതറുന്നു. ഭാര്യ അതൊക്കെ റൂമിൽ വെതറി, നല്ല സുഗന്ധം. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, ഇജ്ഫഇൽ ബാബ ഫസ്ലി, വാതിലടച്ചിട്ട് ഒന്നും പുറത്ത് നിൽക്കുക. രോഗിയായ ഭർത്താവ് ഭാര്യയോട് വാതിലടച്ച് പുറത്ത് നിൽക്കാൻ പറയുന്നതിന് ഭാര്യയ്ക്ക് ഒരു സംശയം. അപ്പൊ ഭാര്യ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു യഅ്തീനി സുവാർ, സന്ദർശകർ വരുന്നുണ്ട്. സന്ദർശകർ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അതും ഭാര്യയ്ക്ക് പറഞ്ഞു. യജ്ദൂന റീഹവല യഅ്കുലൂന തുആം, അവർക്ക് ഈ വാസന മതി, ഭക്ഷണമൊന്നും വേണ്ട. അവർക്ക് ഈ വാസന മതി, ഭക്ഷണമൊന്നും വേണ്ട. സമയം വൈകിയങ്ങളെ യജിദൂന റീഹവല യഅ്കുലൂന തുആം. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി, ബുദ്ധിയുള്ള മനുഷ്യന്റെ ഭാര്യയിലെ ഭാര്യ പോയി, അത് മലക്കുകളാ വരുന്നെന്ന് ഭാര്യയ്ക്ക് ആ വാക്കുമെന്ന് മനസ്സിലായി. ആയിക്കോട്ടെ, ഭാര്യ പോയി തന്റെ ജോലികൾക്ക് നിർവഹിച്ച് കുറെ സമയം കഴിഞ്ഞപ്പോ ഒന്ന് വന്ന് മുട്ടി നോക്കി, ഒരു മറുപടിയില്ല. ഒന്ന് വിളിച്ചു നോക്കി, അപ്പോഴും മറുപടിയില്ല. ആകെ പേടിച്ചു. ഫലമ്മാ ദഖലത്ത് ബഅദഹീൻ, അല്പസമയം കഴിഞ്ഞപ്പോ റൂമിലേക്ക് അങ്ങ് തള്ളി തുറന്ന് കടന്നപ്പോൾ ഫഇദാ റൂഹുൽ മുബാറകത്തു ഖദ് ഫാറഖത് ജസദഹു വദുനിയാഹു, ആത്മാവും ദേഹത്തെയും ഈ ലോകത്തെയും വിട്ട് പോയി ചിരിച്ചിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. മലക്കുൽ മൗത്താണ് ഈ വന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. മലക്കുകളുണ്ട് വന്നിട്ട് നല്ല മനുഷ്യന്മാരെടുത്ത് ഇരുന്നിട്ട് റൗഹും റൈഹാനൊക്കെ വെച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട് സ്വർഗം കാണിച്ചിട്ട് മരിപ്പിക്കും. അവർക്ക് നേരത്തെ അറിയും മലക്കുകൾ വരുന്ന വിവരം, വളരെ നേരത്തെ അറിയും. അങ്ങനെ താരീഖിലുണ്ട്. വലിയ വലിയ മഹാന്മാരൊക്കെ വളരെ നേരത്തെ. ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചിട്ടുണ്ട്, മമ്പറത്ത് തങ്ങൾ കുടുങ്ങിക്കൊരു സംഗതി കൊടുത്തയച്ചു. മമ്പറത്ത് തങ്ങൾ ഒരു മുരീദിന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടിട്ട് കുടുങ്ങിയിൽ ഇന്ന മുരീദിന് കൊടുക്കുക.
ഇയാൾ അത് കൊണ്ടുപോയി ഇങ്ങനെ പോയി, ഇയാൾ ആടിപ്പാടി ഇങ്ങനെ പോയി രാവിലെ കൊടുത്തിട്ട് ഇയാൾ എത്തിയത് വൈകുന്നേരം. ഇയാൾ എത്തിയപ്പോഴേക്ക് ആ വീട്ടിലൊരു ബഹളം. ഓടിച്ചു നോക്കുമ്പോൾ ഇത് കൊടുക്കപ്പെടേണ്ട ആള് ആർക്കാ കൊടുക്കണ്ടോ മരിച്ചു. പഠിച്ചോനെ ഇയാളോട് നിന്ന് കരഞ്ഞുത്തരേ, ഇത് കൊടുക്കേണ്ട ആള് മരിച്ചുപോയി. കൊടുക്കേണ്ട ആള് മരിച്ചപ്പോ എന്താ ചെയ്യാം? മമ്പർത്തങ്ങൾ രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണെങ്കിൽ കിട്ടും. ഇത് വൈകുന്നേരം ഇപ്പൊ ഇയാൾ ബേജാറായി. അപ്പൊ ഇയാളെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്താ കരണ്? ഈ മമ്പർത്ത തങ്ങളിപ്പോ അപ്പൊ ഇയാൾക്ക് കൊടുക്കാൻ ഈ പൊതി രാവിലെ തന്നിട്ട് ഞാൻ വൈകിപ്പോയതാ. പഠിച്ചോനെ മമ്പർത്തങ്ങളൊക്കെ പറഞ്ഞ കാര്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഇയാൾ മരിച്ചല്ല റബ്ബേ വിചാരിച്ചിട്ട് ഇയാൾ കരഞ്ഞു. ഏതായാലും ആൾ മരിച്ചില്ല, ഈ പറഞ്ഞ കാര്യമല്ലോ. ഇയാൾ കൊണ്ടാടുന്ന ഒരു ബന്ധു ഇത് വാങ്ങിയിട്ട് പൊളിച്ചു നോക്കി കപ്പം പുടവേ അതപ്പൊ തന്നെ തന്നുള്ളൂ. അപ്പൊ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് മമ്പർത്തങ്ങൾ പൊഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇയാളിപ്പോ മരിക്കുന്നതിനെ തങ്ങൾക്ക് രാവിലെ മനസ്സിലായത്. അതാണ് മഹാന്മാർ തർബിയത്ത് ചെയ്ത ഷെയ്ഖിന് തന്റെ ശിഷ്യനെപ്പോ മരിക്കുന്ന പോലും അറിയാം. ആ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും കൂട്ടനെ. അങ്ങനെ ഉമർ അലി ശിഹാബ് തങ്ങൾ തന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പറഞ്ഞ വാചകങ്ങളും അദ്ദേഹത്തിന്റെ കണക്ക് ഏൽപ്പിക്കലും പള്ളിക്കണക്ക് ജ്യേഷ്ഠ ഏൽപ്പിക്കലും ഒക്കെ നടത്തി. ഇത്ര മുൻകൂട്ടി കണ്ടു മരിച്ചൊരു മനുഷ്യൻ, അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല ദിവസം മരിക്കാൻ ഭാഗ്യം കിട്ടിയൊരു മഹാൻ. അർബുദ രോഗമായിരുന്നു, അതുകൊണ്ടല്ലോ മരിച്ചു. പെട്ടെന്ന് മരിക്കുന്നതിന് അദ്ദേഹത്തിന് ബോധ്യായത് നല്ല മനുഷ്യന്മാർക്ക് പടച്ചറബ് അറിയിച്ചു കൊടുക്കും. നമ്മുടെ നേതാക്കളൊക്കെ മരിച്ചത് ആ ഒരു ലെവലിലാണ്. നമ്മൾ കണ്ടതും പഠിച്ചതും അങ്ങനെയാണ്. ആ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഏറ്റവും എതിർപ്പുള്ള നേതാക്കൾ ഇവരാരൊക്കെ ഏറെ എതിർത്തോ അവരൊക്കെ ശരിക്കും മരിപ്പിച്ച് പഠിച്ചോ നമുക്ക് കാണിച്ചു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ കബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പഠിച്ചോണ്ട് ശരിക്കും തഹ്കീക്കാക്കി കാണിച്ചെന്നതിനാ ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നമ്മൾ നിൽക്കാനാണ്. ബാക്കിയുള്ളത് മുഴുവൻ ചാരൻ മരിച്ചിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. പെരുവണ മഹലിലെ മദ്രസന്റെ സിലബസ് മാറ്റി അവിടുത്തെ ആൾക്കാർ. സിലബസ് മാറ്റിയപ്പോൾ ആൾക്കാർ ബേജാറായി. ഓടിക്കൂടി നോക്കുമ്പോൾ മദ്രസന്റെ രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് തളിപ്പറമ്പിൽ മുല്ലക്കോയ തങ്ങൾ എത്തിയതിന്റെ പരാതിപ്പെട്ടത്. മുല്ലക്കോയ തങ്ങളെ നേരെ കൃഷ്ണനായർ വീട്ടിൽ ചെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണനായർ പറഞ്ഞു, നോക്കിയിട്ട് ഇത് അവർ നേരത്തെ ചെയ്തിട്ട് എനിക്ക് തോന്നി ഏറ്റെടുക്കാൻ കഴിയുക. കൃഷ്ണനായർ വിട്ടു. കൃഷ്ണനായർ വിട്ടപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ തളിപ്പറമ്പ് പോയി വേറെ വക്കീലിന്റെ നിങ്ങൾ പോയി. ഒരു വിഷമുണ്ടായി, പരിചയമുള്ള വക്കീൽ കേസ് ഏറ്റെടുക്കാത്തത്. നല്ല വക്കീലാണ് കൃഷ്ണനായർ. അദ്ദേഹം പറയുന്നു, മുല്ലക്കോയ തങ്ങൾ പറയുന്നു, ഞാൻ അന്ന് രാത്രി ശംസുലമ്മയുടെ പേരിൽ പ്രത്യേകം ഫാത്തിഹ ഓതി കടന്നു. ശംസുലമ്മയുടെ പേരിൽ ദ്വാരന്ന് കിടന്നു. നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിൽക്കുമ്പോ വക്കീൽ വിളിച്ചു, തങ്ങളെ ഒന്ന് വരണം. ചെന്നു. കൃഷ്ണൻ നായർ വീട്ടിൽ ചെന്നു. കൃഷ്ണൻ നായർ വീട്ടിൽ ചെന്നപ്പോ കൃഷ്ണൻ നായർ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കേസ് ഞാൻ ഏറ്റെടുക്കാം. ഇന്നലെ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞ കേസ് ഇന്ന് ഏറ്റെടുക്കാം. അതെന്തേ അങ്ങനെ? അപ്പൊ വക്കീല് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഒരാൾ വന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ട സ്വപ്നം. ഞാനൊന്ന് ഇളകി, അപ്പോഴേക്ക് ഉണർന്നു. ലൈറ്റൊക്കെ ഇട്ട് നോക്കി, ആരുമില്ല. തോന്നിയതേ കിടന്നു. രണ്ടാം പ്രാവശ്യം ഉറക്കം പിടിച്ചപ്പോൾ ഇയാൾ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേക്ക് പെട്ടെന്ന് ഉണർന്നു. ഇത്തവണ ആള് വന്നു എനിക്ക് ഉറപ്പാണ്. ഞാൻ ലൈറ്റ് ഇട്ടു, റൂമിൽ നിന്ന് പുറത്തിറങ്ങി, കോലായിലെത്തി, ഗേറ്റ് വരെ പോയി. അപ്പോഴേക്കും ഭാര്യ ഉണർന്നു. ഭാര്യയോട് വിഷയം വന്ന ഭാര്യനെ കളിയാക്കി. ഞങ്ങൾ കുറെ ചർച്ച ചെയ്തിരുന്നു. പിന്നെ ഉറങ്ങിയപ്പോ നല്ല ഉറക്കം പിടിച്ചു. അപ്പൊ എന്റെ അടുത്ത് മൂന്നാമതും അദ്ദേഹം എന്നോട് നിങ്ങൾ കേസിനെ കുറിച്ച് പറഞ്ഞു, സംഘടനയെ കുറിച്ച് പറഞ്ഞു, നല്ല വടിവത്തെ ഇംഗ്ലീഷിൽ ലോ പോയിന്റ്സ് ഒക്കെ പഠിപ്പിച്ചു. എന്നോട് ഈ കേസ് ഏറ്റെടുക്കാം. എനിക്കൊരു മതിപ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ആ മനുഷ്യൻ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഈ മനുഷ്യനാരാ? അപ്പൊ വക്കീല് പറഞ്ഞു, ഞാൻ ആ ബേജാറ് പേര് ചോദിച്ചില്ല. ഇത് വക്കീലിന്റെ ഒരു സ്വപ്ന. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ സ്വപ്നം കാണാനായിട്ട് ചില മനുഷ്യന്മാർ ജീവിക്കുന്നതോട് ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്. ഇത് അങ്ങനെയല്ല. അത് സ്വപ്നം കാണാൻ വേണ്ടി ജീവിച്ചല്ല, വക്കീലൊരു സ്വപ്നം കണ്ടത്. അതിന്റെ തത്വം ഞാൻ പറയാം. അങ്ങനെ ഇരിക്കെ ഈ വക്കീലി കണ്ട സ്വപ്നത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ആരാണ് അതെന്ന് ചോദിച്ചപ്പോ തങ്ങൾക്ക് വിശദീകരിച്ചു രൂപം ഞാൻ പറഞ്ഞുതരാം. ഒരു വട്ടത്തൊപ്പി, മധ്യത്തിൽ തൊപ്പി കാണാനുണ്ട്, ചുറ്റും കെട്ട്, ഒരു നീണ്ട കുപ്പായ, നീണ്ട താടി, കറുത്ത രുദ്രാശമാല പോലത്തെ വലിയൊരു മാല, വളഞ്ഞൊരു വടി, കള്ളിമുണ്ട്. ഏതാണ്ട് രൂപം കിട്ടിയല്ലോ. അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തിൽ തളിപ്പറമ്പിലെ അറബി കോളേജിൽ ചെന്നിട്ട് ഖുവത്തുൽ ഇസ്ലാമിൽ നിന്ന് സമത്വ പ്രസിദ്ധീകരിച്ച ഒരു സ്മരണിക കൊണ്ടുവന്ന് കാണിച്ചു. അതിന് ശംസുലമ്മയുടെ നല്ലൊരു ഫോട്ടോ ഉണ്ട്. ഇത് കണ്ടപ്പോ വക്കീൽ എഴുന്നേറ്റു. മുല്ലക്കോയത്തങ്ങൾ പറയാം, എഴുന്നേറ്റു. ഇയാൾ തന്നെയാണ് എന്റെ അടുത്ത് വന്നത്. ഇയാളാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ശരിക്കും വക്കീൽ അത് പറയുകയും ആ കേസ് ഏറ്റെടുക്കുകയും കേസ് വിജയിപ്പിക്കുകയും മദ്രസ തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതൊരു സംഭവമാണ്. ഈ സംഭവം സുന്നിയക്കാർ വാരിക എന്ന മലപ്പുറത്താണ്. തങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, വാരികയിലെ പ്രാധാന്യത്തോടെ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ മുസ്ലിമായ വക്കീൽ വാരികയിൽ ഇത് കൊടുത്താൽ നാളെ കേസ് വന്നാൽ നമ്മൾ കൊടുക്കും. ഞാൻ നേരെ തളിപ്പറമ്പിലേക്ക് വരാമെന്ന് പറഞ്ഞ് തങ്ങളെടുത്ത് പോയി. തങ്ങളെ ചെന്ന് കണ്ട് തങ്ങളെയും കൂട്ടി ഒരു 2 മണിക്ക് വക്കീലിന്റെ വീട്ടിലെത്തി. ആ രംഗം ഇപ്പോഴും എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്നില്ല. പടച്ചോന്റെ കോടതിയിൽ ഇങ്ങനെ പറയാൻ തീർച്ചയായും ഞാൻ ബാധ്യസ്ഥനാന്നുള്ള നിലയ്ക്ക് തന്നെയാ പറഞ്ഞത്. വക്കീലിന്റെ വീട്ടിൽ വന്ന് വാതിലടച്ചു. വക്കീലിന്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. ഉറങ്ങാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. വാതിൽ അടക്കുക. അടക്കുമ്പോ തങ്ങളെ മോങ്ങ, തങ്ങളെ പരിചയം. തങ്ങളാണെന്നാ കയറിയിരിക്കും. ഞാൻ വിളിക്കാം. വക്കീലിനെ വിളിച്ചു. വക്കീൽ ഉറക്കച്ചടവോടെ കണ്ണും നിർമ്മി ഷർട്ടൊന്നും ധരിക്കാതെ ഒരു സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് ഒരു കൈലിമുണ്ടും ധരിച്ച് വന്നിട്ട് അവിടെ ഇരുന്ന് പോകുന്നത്. എന്തേന്ന് ചോദിച്ചു. എന്നെ ചൂണ്ടിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് വരിക. നിങ്ങളാ കണ്ട സ്വപ്നത്തെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാനാണ്. അതെന്താ വിശദീകരിക്കുക? ഇയാൾക്ക് എന്താ വിശ്വാസമില്ലേ? ഞാൻ ശൂന്യല്ലാത്ത മാതിരി വക്കീലിനോട് പെരുമാറി.
ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ പത്രത്തിൽ എഴുതാൻ പോവാം. പിന്നെ നിങ്ങളൊരു കേസോ പ്രശ്നമോ നിയമപ്രശ്നമോ ഒന്നും ഉണ്ടാവരുത്, ലീഗലായിട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളത് എഴുതാന്നോ. നിങ്ങൾ എഴുതിക്കോ, എന്റെ ജീവിതത്തിന്റെ അനുഭവമല്ല, എന്റെ ആദ്യത്തെ അനുഭവം, ശരിക്കും എഴുതിക്കോ, എന്റെ പേര് വെച്ച് എഴുതിക്കോ എന്നോട് പറഞ്ഞു. സുന്നി അബ്കാലത് എഴുതി മാത്രമല്ല പ്രസംഗിച്ചു. തളിപ്പറമ്പ് അങ്ങാടിയിൽ അവിടുത്തെ ചപ്പാരപ്പടവ് ഇർഫാനിയ കോളേജിലെ കുട്ടികൾ ഇതൊരു ദഫിന്റെ പാട്ടാക്കി മുട്ടിയിട്ട് വക്കീലുള്ള കാലത്ത് തലങ്ങും വനങ്ങും പാടി നടന്നു. വക്കീലൊന്നും പറഞ്ഞില്ല. നമ്മൾ വെല്ലുവിളിച്ച് പരസ്പരം, ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, വക്കീലിന്റെ അടുത്തേക്ക് വാ, നമുക്ക് ചോദിക്കാം. ശംസുലമയെ സ്വപ്നം കണ്ട കൃഷ്ണൻ നായർ എന്ന വക്കീൽ ജീവിച്ചു. ആ മനുഷ്യൻ നമ്മുടെ സ്ഥാപനം പിടിച്ചു തരാൻ ഈ മനുഷ്യന്റെ ബെഡ്റൂമിൽ ഒരു ആത്മീയതയെ പോലെ ഷെയ്ഖുന വന്ന് നിർദ്ദേശം കൊടുത്തുവെങ്കിൽ വരക്കല മക്കാമിൽ നിന്ന് നമുക്ക് ആത്മീയമായി ഷെയ്ഖുനാന്റെ സഹായം കിട്ടുന്ന കാലത്തോളം പണക്കൊഴുപ്പോ സ്വാധീനമോ വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെതിരെ എന്ത് ചെയ്താലും ഈ സമൂഹം അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്കെ പറയാൻ ആർജമുള്ള തലമുറ സമത്വയുടെ ചരിത്രം പഠിച്ച് വളർന്നു വരണം. അതാ നമുക്ക് വേണ്ടത്. നമ്മൾ ആരും എതിർക്കണ്ട. സമത്വയുടെ ലക്ഷ്യം ആരെയും എതിർക്കലോ പരാജയപ്പെടുത്തലൊന്നുമല്ല. ഒക്കെ അങ്ങ് ഇല്ലാതായിക്കോളും, അതൊക്കെ ഒന്നുമല്ലാതായിക്കോളും. മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാനായ സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ സമത്തയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ സമത്തയിൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോ അഖില എന്ന് പറഞ്ഞാൽ ആരാ? ഇതുപോലൊന്നുമല്ല. അഖിലയുടെ തലപ്പത്തുള്ളത് കുട്ടി മുസ്ലിയാർ, ഫതുഫലി കുട്ടി മുസ്ലിയാർ ആരാ? കാസർഗോഡ് ഗാന്ധി ഔറാ മുസ്ലിയാർ ആരാ? കുറ്റിപ്പുറം മക്ത മുസ്ലിയാർ ആരാ? വലിയ മഹാപണ്ഡിതന്മാര്. അവര് മാറി ഇന്ന് പുതിയ പ്രസ്ഥാനമുണ്ടാക്കിയപ്പോ മഹാനായ സി എച്ച് ഐദ്രോസ് മുസ്ലിയാരുടെ ഒരു ഗുരുനാഥൻ അഖിലയിൽ പോയി. അദ്ദേഹം ഐദ്രോസ് ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും അഖിലയിൽ പ്രവർത്തിക്കണമെന്നോ. ഹൈദ്രോസുലേക്ക് ഭയങ്കര സങ്കടം. ഇക്കാലം അത്രയും പ്രവർത്തിച്ച സമത്വം വിട്ടെങ്ങനെ അഖിലേക്ക് പോകാൻ കഴിയൂലല്ലോ, ഒരിക്കലും കഴിയില്ല. ഹൈദ്രോസിലേക്ക് സങ്കടപ്പെട്ട് പഠിച്ചോനെ ഉസ്താദ് പറഞ്ഞത് കേൾക്കാതെ സമത്തിൽ നിൽക്കാനും പറ്റൂല, സമസ്ത വിട്ട് അഖിലേക്ക് പോകാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയൊരു ദുര്യോഗം എന്താ? അദ്ദേഹം വളരെ ടെൻഷനായി വിഷമിച്ച അവസാനം ടെൻഷൻ തീരാൻ ചാപ്പനങ്ങാടി സ്ഥാനത്ത് പോകാൻ തീരുമാനിച്ചു. പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോലെ അപ്പൊ കേട്ടു ചാപ്പനങ്ങാടി സ്ഥാനത്ത് ഹൽവത്തിലാണ്. കൊല്ലത്തിൽ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും, ആരോടും മുണ്ടൂല, അടച്ചിരിക്കും. പാലപ്പുറ പള്ളിയിൽ അടച്ചിരിക്കും. കോട്ടക്കലെ പാലപ്പുറ പള്ളിയിൽ അടച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യാ? ഒരു നിവൃത്തിയില്ല, ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ബുദ്ധിമുട്ടി ഉറങ്ങാൻ പ്രയാസപ്പെട്ട് ഐദ്രോസ് ഉസ്താദ് എന്നോട് നേരെ ഈ കാര്യം പറഞ്ഞു. വല്ലാതെ സ്മരണയിലുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ഒരു രാത്രി കണ്ടാലും വേണ്ടില്ല കണ്ടില്ലേലും വേണ്ട മുട്ടി വിളിച്ച് കാര്യം പറയാൻ തീരുമാനിച്ച് നേരെ പള്ളിക്കാണ് നടന്നു. പള്ളിയിലേക്കാണ് നടന്നു ചെല്ലുമ്പോ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് കാത്തു നിൽക്കും പോലെ പള്ളിയിലെ പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രേ ചാപ്പനങ്ങാടി ഉസ്താദ് ഹൽവത്തിലിരിക്കുന്ന മനുഷ്യൻ. ഐദ്രോസ് ഇന്ന് സലാം പറഞ്ഞു. ഉസ്താദ് സലാം മടക്കിയിട്ട് തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രേ സമസ്ത മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, അതിൽ ഉറച്ചു നിൽക്കുക, ബാക്കിയുള്ള മക്കൾ പോയിക്കോളൂ. ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഒന്നും അങ്ങനെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ. കൽബ് കണ്ട് നോക്കിയിട്ട് പറഞ്ഞു, കൽബിലുള്ള വിഷമതല്ലേ, സമത്തിൽ ഉറച്ചെന്നാ മതി, വേറൊന്നും വേണ്ട. അഖിൽ എവിടെയാ പോയതെന്ന് അറിഞ്ഞില്ല. ആ വാക്ക് സമത്തിൽ ഉറച്ചണമെന്ന് അദ്ദേഹം സമത്തിൽ ഉറച്ചെന്ന് സമത്തിന്റെ സേവകനായി മരിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അതാണ് സി എച്ച് മുസ്ലിയാർ. ഇതാരാ പറഞ്ഞത്? ആ നാവേദ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ നാവ. ചാപ്പനങ്ങാടി ഉസ്താദ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ മലപ്പുറത്ത് നാളെ പോയിട്ട് ഈ തങ്ങളെ കൂടെ പോയ തങ്ങൾ കാണിച്ചിരുന്നു. ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിനും തോപ്പിൽ കുഞ്ഞാപ്പു ഹാജിനും രണ്ട് ഉമറാക്കൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ആ രണ്ട് മനുഷ്യന്മാരെ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ കൂടെ ഏർവാടി കീഴക്കര സിയാറത്തിന് പോയതാണ്. ആ സിയാറത്തിന് പോയി ഇങ്ങനെ മടങ്ങുമ്പോ തോപ്പിലെ കുഞ്ഞാപ്പോജ കാർ ഓടിക്കണം. ഒരു തമിഴ്നാട്ടിലെ കുഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് വലിയ പോണുള്ള കാർ, ഒരു കുട്ടി പെട്ടെന്ന് ക്രോസ് ചെയ്ത് കാറിന്റെ ഉള്ളിൽ പെട്ടു. കുട്ടിക്ക് അടിച്ചു കാറിന്റെ അടിയിലാ കുട്ടി. ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു, നിർത്തണ്ട, കാറ് വിട്ടോന്നാണ്. കുഞ്ഞാപ്പോജിക്ക് കാറ് വിടാൻ പറ്റില്ല. കുഞ്ഞാപ്പോജി വിറച്ചിട്ട് കാറ് ചവിട്ടി അവിടെ നിർത്തി. ആൾക്കാരെ കൂടി ആകെ വേളായി. ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞില്ലേ, കാറിന്റെ അടിയിൽ നിന്ന് കുട്ടിനെ എടുത്തോളിയാണ്. അവര് കുട്ടിനോട് വലിച്ചു. കുട്ടിക്ക് ഒരു പോർണില്ല, മുറിവ് പോലും. കാറിനടിച്ച് ഉള്ളിൽ വീണ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടി നേരെ നടന്നു പോയി. ഇവര് മാപ്പും പറഞ്ഞു പോകുന്നു. ചാപ്പനങ്ങാടി ഉസ്താദ് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ കാറ് വിട്ടുവന്ന്? കുട്ടിക്കൊന്നും പറ്റൂല. ആ നാക്ക് കൊണ്ട് പറഞ്ഞ മനുഷ്യന്റെ വാക്ക് അനുഭവിച്ച ഡ്രൈവറും അകലുന്ന കുഞ്ഞാപ്പോജിന്ന ഹയാത്തിലുണ്ട്. അതാണ് ചാപ്പനങ്ങാടി ഉസ്താദ്. ആ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ നാവുകൊണ്ടാ പറഞ്ഞത്, സമസ്യയിൽ ഉറച്ചു നിൽക്കണം, നമ്മളൊരു പേടി പേടിക്കണ്ട, നമ്മൾ നിൽക്കുന്ന തറക്കൊരു കുഴപ്പമല്ല കൂടെ. ആ ധൈര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളെ മഹാന്മാരാരും ഒരു കളങ്കം പുരണ്ട ആൾക്കാരല്ല. നമ്മൾ നിന്ന് തറക്കൊരു പോർണം ഏറ്റിട്ടില്ല. ഒരാൾക്കും അതിന് കഴിയില്ല. ശംസുലമയുടെ കരുത്ത് ഇന്നും വരക്കല മക്കാന്ന് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. എനിക്കുണ്ട്, ഞാൻ പറയും, എല്ലാവർക്കും ഉണ്ട്. നമുക്കതിന്റെ ആവേശം കിട്ടും. ഒരു പേടി പേടിക്കണ്ട. നമ്മൾ അവിടെ നിന്നാൽ ഒരുത്തരും നമ്മളെ തലക്ക് മീതപ്പോ ഒരു പരിന്തിനും പറക്കാൻ പറ്റില്ല. ഇവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും നോക്ക് നിങ്ങൾ. പുടുക്കുത്തല്ലാത്ത അഥവാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും സാമ്പത്തിക വിശുദ്ധിയില്ലായ്മയുമല്ലാതെ എന്താ നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാനുള്ളത്? അതാ സമസ്ത. ഒരു 10 റുപ്യ ശരിക്ക് ചുരുട്ടി കൊടുത്താൽ കണ്ണിയത്തെ 3 ചോദ്യം ചോദിക്കും. എന്തിനാ അത് തരുന്നത്? സ്വാധീനിക്കണമെന്ന് അതിന്റെ അർത്ഥം. എന്താണ് നിനക്ക് ജോലി എന്നാ? ഹലാലാണോ പൈസ എന്നതിന്റെ അർത്ഥം.
നീ എന്തിനാണ് ഇത് തരുന്നത്, എന്താ നിനക്ക് ജോലി ചോദിച്ചാൽ മൂന്നാം വട്ടം ചോദിക്കും നിനക്ക് എത്ര ശമ്പളം, കുടുംബം പോറ്റാൻ വകുപ്പുണ്ടോന്നാ ചോദിക്കണേ. കുടുംബം പോറ്റാൻ വകുപ്പില്ലാതെ നടക്കേണ്ട ആവശ്യമില്ല. ആത്മീയതയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ആ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യത്തെ കുറിച്ച്. അത്ര സൂക്ഷിച്ച് ഈ വറഇന്റെ ഇതാണ് ഇതിനാണ് വറ എന്ന് പറയും. മിസ്കാലു ഹബ്ബത്തിൻ മിനൽ വറഇൽ നിന്നുള്ള ഒരു അണുമണി തൂക്കം ഖൈറും മിൻ അൽഫി മിസ്കാലിൻ മിനസ് സൗമി വസ്സലാഹ്. 1000 നിസ്കാരത്തെക്കാളും പ്രധാനമാണ്, 1000 നോമ്പിനേക്കാളും പ്രധാനമാണ്. ആ സൂക്ഷ്മത പടച്ചിറപ്പ് നമുക്ക് നിലത്തി തരുമാറാവട്ടെ. നമ്മൾ പഴിച്ചത് അവരെ കണ്ട പേടിക്കണ്ട. പാണക്കാട് കുടുംബവുമായുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഈ സമൂഹത്തിൽ ഔലിയാന്റെ ബന്ധം, ഔലിയാക്കളുമായിട്ട് നമുക്കുള്ള ബന്ധം വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ നോക്ക്, മടവൂർ ഔലിയാന്റെ മക്കാമ് പരിപാലിക്കുന്നത് നമ്മളാണ്. ദാറുഹുദ മമ്പർത്ത തങ്ങളെ മക്കാമ മുഴുവൻ കൊടുത്തു. ഇവരോ മക്കാമിന്റെ ചുറ്റുവട്ടത്ത് ഒക്കെ മമ്പർത്ത് ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കി. അവിടെ ഒരു മക്കാമിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇവരുണ്ടാവും. ഇത് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. മക്കാമിലുണ്ടാവില്ല, മക്കാമിന്റെ ചുറ്റുവട്ടത്ത് പിരിവിനുണ്ടാവും. ഇത് പ്രസംഗിച്ചപ്പോ എന്നോട് മറുപടി പറഞ്ഞെന്താ അറിയും? ഇവൻ എന്തറിയാം, അള്ളാന്റെ ഖുർആനില് ബൈത്തുൽ മുഖദ്ദിസിനെ കുറിച്ച് പറഞ്ഞത് ബാറക്കനാ ഹൗലഹു, ചുറ്റുപാടുമാണ് ബർക്കത്ത് എന്നാണ്. ഏയ് ബാറക്കനാ ഹൗലഹു അങ്ങനെയാണ്. ഈ ചുറ്റുപാട് വർക്കത്ത് പിരിവിന്റെ വർക്കത്തല്ല. അതുകൂടി മനസ്സിലാക്കുന്നത് മഹാന്മാർ അന്ത്യവിശ്രമമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നേതാക്കളെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു കാദിയെ നിയമിച്ചിരിക്കുന്നു. ആ കാദിയെ പൂർണ്ണമായി പിൻപറ്റാനും നിർദ്ദേശം പാലിക്കാനും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. ആ കാദിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ ഇവിടുത്തെ അഹ്ലുൽ ഹല്ല് വല്ലക്കത്തിന് പടച്ചറപ്പ് കരുത്ത് കൊടുക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ നല്ല നിലക്ക് നയിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ശേഷിയും നൽകുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും നമ്മുടെ ഈ മജ്ലിസിൽ ഇരുന്ന പോലെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒന്നിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സമ്മേളനം ആലപ്പുഴയിൽ അല്ലാഹു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സത്യം മനസ്സിലാക്കി കൊടുത്ത് സത്യത്തിന്റെ പാതയിലേക്ക് വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.